സ്തുതിപ്പാതക്കണം ഞങ്ങളെ യോഗ്യരാക്കി തീർത്തു. आज के इस वक्त भी तुझे आराधना करने के लिए, स्तुति करने के लिए तूने सहायता किया. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. इसके लिए हम आपको धन्यवाद देते हैं. ഓ ഹല്ലേലൂയ. നിന്നെ ഞാൻ സ്തുതിച്ച് കരങ്ങളെ ഉയർത്തി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും യേശുവേ നിൻ മഹാകൃപയ്ക്കായി നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ തന്ന് പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. 105-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ തന്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഹല്ലേലൂയ ഇസ്രായേലിന് ഒരു നിത്യ നിയമമായി നിയമിച്ചു. നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരുമെന്ന് അരുളി ചെയ്തു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളും ആയിരുന്നു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കിലേക്ക് പോകും. അവരെ പീഡിപ്പിക്കുവാൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശ്വാസിച്ചു. എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 105-ാം സങ്കീർത്തനം 8 മുതൽ 15 വരെയാണ് വായിച്ചത്. ഹല്ലേലൂയ. भजन संहिता 105 के 8 से आगे पढ़ा है. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. एक समय प्रार्थना करेंगे. ആ ദേശത്ത് അവർ ചെന്നപ്പോൾ അവർ അല്പജനമായിരുന്നു. उस देश में जब वो गए थे तो वो संख्या में कम थे. അല്പജനത്തെ അത്ഭുതമാക്കി വർദ്ധിപ്പിക്കുന്ന കർത്താവ്, कम लोगों को बड़े बड़े काम करवा के परमेश्वर बढ़ोतरी देने वाला परमेश्वर. അവന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉറപ്പുള്ളതാണ്. उसकी वादाएं पक्की है. അവന്റെ വാഗ്ദത്തങ്ങൾ 1000 തലമുറ വരെ അവൻ ഓർക്കുന്നവനാണ്. उसकी वादे हजारों पीढ़ी तक स्मरण करने योग्य है. നമ്മോടുള്ള അവന്റെ വാഗ്ദത്തങ്ങൾ എന്നും നിലനിൽക്കുവാനിടയായിത്തീരും. हमारे साथ में जो वाचा परमेश्वर ने बांधे वो हमेशा स्थिर बना रहेगा. അതുകൊണ്ട് ഈ പകൽക്കാല സകല വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് इसके लिए इस समय सारी वादाओं को अपने हाथों में ഒരു थाम നിമിഷം कर നമുക്ക് പ്രാർത്ഥിക്കാം. हमें प्रार्थना करेंगे. കൊച്ചുവനച്ചാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കും. സ്തോത്രം. कुछ मंगल प्रार्थना में सहायता करेंगे.
യേശുവേ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവസന്നിധിയിൽ താണിരിക്കാം നമുക്ക്. താങ്ക് യു ജീസസ്. അനുഗ്രഹിക്കപ്പെട്ട പകൽ സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിയും മഹത്വവും കരേറ്റാം. ये आशीषित अच्छे समय के लिए हम परमेश्वर पिता को धन्यवाद देंगे. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇത് നാം പ്രാപിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. परमेश्वर की उपस्थिति से हम प्राप्त करने के लिए यहाँ पर आए हैं. വിശപ്പോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ प्यास के साथ, यदि आप भूखे के साथ आज यहाँ पर വലിയ बैठे हो നിറവോടുകൂടെ കർത്താവ് നമ്മെ അയക്കും. तो परमेश्वर आपको भर कर यहाँ से लौटेगा. നമ്മുടെ ക്ഷീണങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ വേദനകളെ അറിഞ്ഞ് കർത്താവ് നമ്മെ സഹായിക്കുന്നവനാണ്. हमारी थकावटों को, हमारे दर्द को, हमारे मुसीबतों को समझकर काम करने वाला परमेश्वर രാവിലത്തെ है. ഹിന്ദി സർവീസിന് പറവാനിടയായി തീർന്നു. हिंदी सर्विस में इस प्रकार से कहा, യാക്കോബും ലാബാനും കൂടി ഒരു ഉടമ്പടി ചെയ്തു. याकूब और लाबान के बीच में ആ ഉടമ്പടിക്ക് സാക്ഷിയാക്കി ദൈവത്തെ നിർത്തി. एक वाचा बांधा था और उस वाचा के बीच में परमेश्वर को गवाह करके खड़ा രണ്ട് किया. മനുഷ്യരുടെ അടുത്ത് ഉടമ്പടിയാ കേട്ടോ. ये दोनों मनुष्य के बीच का एक वाचा പക്ഷെ ആ था, ഉടമ്പടിയുടെ സാക്ഷ്യം ദൈവമായിരുന്നു. लेकिन उसके बीच का गवाही परमेश्वर बना അതുകൊണ്ട് था. എന്ത് സംഭവിച്ചെന്നറിയാമോ? इसलिए क्या हुआ आप जानते हो? ആ ഉടമ്പടി എടുത്ത സ്ഥലം ചരിത്രമായി മാറി. इसके लिए जिस जगह पर वो वाचा बांधा था वो जगह इतिहास बन गया. അവിടെ കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് കാവലായി നിന്നു. वहाँ पर परमेश्वर की उपस्थिति उसके रखवालक ആ बनकर खड़ा സ്ഥലത്തിന് रहा. കാവൽമാടം എന്ന് പേരായി. उस जगह को रखवालक नाम दिया गया. തലമുറ കഴിഞ്ഞിട്ടും पीढ़ी पीढ़ी के बाद भी ഹല്ലേലൂയ ആ ഉടമ്പടിക്ക് കർത്താവ് കാവലായി നിന്നു. उस वाचा के लिए परमेश्वर रखवाला रहा. അവൻ തന്റെ നിയമത്തെ 1000 തലമുറ വരെ ഓർക്കുന്ന ദൈവമാണ്. परमेश्वर अपने नियम को हजारों पीढ़ी तक स्मरण करने वाला നമ്മോടുള്ള परमेश्वर है. അവന്റെ വാഗ്ദത്തങ്ങൾ हमारे लिए जो उसकी वादाएं हैं അത്ര ഉറപ്പുള്ളതാണ് ദൈവം. उतनी पक्की है प्रियो. ഈ ദിവസങ്ങളിൽ നമ്മുടെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. इन दिनों में हम अपने वादाओं को पकड़कर हम परमेश्वर की उपस्थिति में बने रहे. ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും പ്രതിസന്ധിക്കും जीवन के बीच में होने वाली कोई भी मुसीबत हो, പ്രാർത്ഥനയിലൂടെ പോരാടി ജയിക്കുവാൻ നമുക്ക് കഴിയും. प्रार्थना के साथ उसे हम लड़कर हम उस पर जयवंत प्राप्त कर सकते हैं. ഹല്ലേലൂയ. हालेलुया. രാവിലെ സമയത്തൊക്കെ നാം ഒരു നല്ല ഇടയനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. सुबह के समय से हम अच्छे चरवाहे के बारे में सुन रहे हैं. ഒരു വഴികാട്ടുന്ന നല്ല ഇടയൻ. एक मार्गदर्शक, एक अच्छा चरवाहा. നീതിയുടെ പാതകളിൽ അവൻ നമ്മെ നടത്തുന്ന വചനം പറഞ്ഞു. धार्मिकता के राहों पर हमें चलाने वाला പാത്ത് ഓഫ് परमेश्वर. റൈച്ചസ്നെസ്. एक धार्मिकता के मार्गों पर ദൈവത്തിന്റെ ഹിതത്തിന്റെ പാതകളിൽ. परमेश्वर की इच्छा के मार्गों पे. രാവിലത്തെ സെഷനിൽ ഞാൻ പറഞ്ഞു ഇടയനെ നോക്കി നടന്നാൽ सुबह के सेशन में मैंने कहा कि यदि चरवाहों को देखकर हम चलेंगे ഒരിക്കലും പരാജയപ്പെടത്തില്ല. तो हम कभी पराजित नहीं होंगे, കാരണം ഇടയൻ നിങ്ങളെ ശരിയായ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. क्योंकि चरवाहा हमें हमेशा सही मार्ग से ही चलाएगा. ഇടയനെ അല്ലാതെ മറ്റാരെ നോക്കി നടന്നാലും चरवाहे के बिना किसी और को देखकर यदि हम अपने कदम को रखेंगे വഴിതെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. तो हम भटकने का നല്ല चांसेस है. ഇടയനാകുന്ന യേശു കർത്താവിന്റെ മേൽ ദൃഷ്ടി വെക്കാം. तो हमारा अच्छा चरवाहा परमेश्वर पर हम इस അവന്റെ दृष्टि പിന്നാലെ लगाए रखें. നമുക്ക് യാത്ര ചെയ്യാം. उसके साथ हम अपनी यात्रा की शुरुआत പുതിയ करें. വഴികൾ നാം കണ്ടെത്തണ്ട. नए रास्तों को ढूंढ के निकालने की പുതിയ जरूरत नहीं. പദ്ധതികൾ നാം കണ്ടെത്തണ്ട. नए योजनाओं को ढूंढने की जरूरत नहीं. അവൻ നമ്മളോട് എന്താണോ പണ്ടേ പറഞ്ഞത് आमेन. परमेश्वर ने जो हमसे शुरुआत से ही कही അത് है, ഓർത്ത് ആ വഴിയിൽ നടന്നാൽ आमेन, മതി. वो स्मरण करके उसी राहों पर चले. പിന്നെ യാക്കോബ് അവന്റെ വഴിക്ക് പോയെന്ന फिर याकूब उसने अपना मार्ग लिया. ലാബാൻ മടങ്ങിപ്പോയി. लाबान वापस लौट कर गया. ഉൽപ്പത്തി 32 ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു उत्पत्ति 32 का 1 में इस प्रकार യാക്കോബ് തന്റെ വഴിക്ക് പോയി. याकूब अपने रास्ता लिया. ലാബാനും യാക്കോബും കൂടെ അവിടെ നിന്ന് വേർപിരിയുകയാണ്. लाबान और याकूब वहां से दो ഇത് रास्ते में चले ദൈവത്തിന്റെ जाते हैं. വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ ആണ്. ये परमेश्वर के वचन में देखने वाला एक पैटर्न है. ദൈവം പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. परमेश्वर के काम का एक रीति है. ചിലതുമായിട്ട് നമ്മൾ വേർപിരിഞ്ഞു കഴിയുമ്പോഴാണ് कुछ
चीजों से जब हम उसे त्याग देते हैं या अलग हो നമ്മുടെ जाते हैं, ജീവിതത്തിൽ വെളിപ്പെടേണ്ട അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. हमारे जीवन में प्रकट होने वाला कुछ असाधारण बातें प्रकट हो. ഇതേ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ उत्पत्ति की किताब में ही നാം കാണുന്നുണ്ട് ലോത്ത് അബ്രഹാമിൽ നിന്ന് വേർപിരിഞ്ഞു. हम देखते हैं कि लोत अब्राहम से अलग हुआ, ഒരു തീരുമാനമെടുത്തു, एक निर्णय लिया, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോകും. यदि तू दाएं तो मैं बाएं നീ जाऊंगा, തിരഞ്ഞെടുക്കുന്നതിന്റെ ഡെഡ്ലി ഓപ്പോസിറ്റ് ദിശയിൽ ഞാൻ നടക്കും. तू जो चुनकर लेगा उसका विरुद्ध वाला मैं चुनूंगा. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ അങ്ങനെയാണ് നാം കാണുന്നത്. उत्पत्ति 13 में हम उस प्रकार से देख सकते हैं. അബ്രഹാമും ലോത്തും ഒരുപോലെ വളരുകയാണ്. अब्राहम और लूत एक समान बढ़ रहे थे. രണ്ടുപേരുടെയും കൂട്ടം വളർന്നു, രണ്ടുപേരുടെയും ആട്ടിൻ കൂട്ടം വളർന്നു. दोनों के पास भेड़ों का झुंड था. ഒരു ദേശത്തിന് ഒന്നിച്ചവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അത്ര അവർ വളർന്നു. वो इतना बढ़ने लगे कि वो देश को कब्जा करने से भी बाहर बढ़ गया. അങ്ങനെയാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്. ऐसे 6वें पद में लिखा है, 13-ന്റെ 6-ാം വാക്യം, उसके 6वां അവർ आयत, ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. ഹല്ലേലൂയ. इसलिए उस देश में उन दोनों के लिए पर्याप्त स्थान न था അതുകൊണ്ട് कि वे അവർക്ക് इकट्ठा ഒന്നിച്ചു रहे. പാർക്കാൻ പറ്റിയില്ല. इसके लिए वो एक साथ रह नहीं पाए. അങ്ങനൊരു ഗ്രോത്ത് ഉണ്ട് പ്രിയമുള്ളവരെ. ऐसा एक ग्रोथ भी होता അത് है प्रियो. വാഗ്ദത്ത പ്രകാരമുള്ള വർധനവാണ്. वो अपनी वादा के अनुसार की एक बढ़ोतरी ഞാൻ है. ആത്മാവിലൊരു ദൂത് പറയാം. मैं आत्मा में एक ഈ वाणी कहता हूँ. അബ്രഹാമിനോട് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്. इस अब्राहम से परमेश्वर को एक वादा ഞാൻ है, നിന്നെ വർദ്ധിപ്പിക്കുമെന്നുള്ള വാഗ്ദത്തം. मैं तुझे बढ़ाऊंगा, एक ऐसा वादा है. ആ വാഗ്ദത്തം ഉള്ളിടത്തോളം जब तक वो वादा है, വർധനവ് വെളിപ്പെടുവാൻ പലതും ബാക്കി നിൽക്കുമ്പോഴും जब तक वो बढ़ोतरी प्रकट होने के लिए कोई चीज बाकी रह जाती है, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മണ്ഡലങ്ങളിൽ വർധനവ് ഇതുവരെ വെളിപ്പെട്ടില്ലെങ്കിലും उस एरिया पे जहाँ पे वो बढ़ोतरी दिखना चाहिए, जब तक वो प्रकट नहीं हुआ तब तक भी അബ്രഹാമും അബ്രഹാമിന്റെ കൂടെ നിൽക്കുന്നവരും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. अब्राहम और उसके साथ वाले लोग बढ़ते जा रहे हैं. മറ്റ് പല മേഖലയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. दूसरे हर जगह पर वो बढ़ते जा रहे हैं. അതിനെ വർധനവിന്റെ അനുഗ്രഹം എന്നാ വിളിക്കേണ്ടത്. उससे बढ़ोतरी का आशीष किया जाता ഞാൻ है. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതാണ്. मैंने पिछले शुक्रवार में कहा था, ഹല്ലേലൂയ. യാക്കോബിന്റെ കാല് വെച്ചടം അനുഗ്രഹിക്കപ്പെട്ടു. याकूब जहाँ पर कदम रखा वो स्थान आशीषित हुआ. യാക്കോബ് ലാബാനോട് പറയുക, याकूब लाबान से कहता है, ഞാൻ ഇവിടെ വന്നപ്പോൾ जब मैं इधर आया था നിനക്ക് അല്പമേ ഉള്ളായിരുന്നു, तेरे पास थोड़ा ही था, നിന്റെ കൂട്ടം तेरी ചെറുതായിരുന്നു, झुंड छोटी थी, പക്ഷെ എന്റെ കാല് വെച്ചടത്തെ ദൈവം അനുഗ്രഹിച്ചു. बट जैसा ही मैंने कदम को रखा परमेश्वर ने आशीष किया. കാല് വെച്ചടം അനുഗ്രഹിക്കപ്പെടും. कदम रखने वाला जगह आशीषित होगा. പറഞ്ഞാട്ടെ, കാല് വെച്ചടം അനുഗ്രഹിക്കപ്പെടും. जहाँ पे कदम रखते हैं वो स्थान आशीष യാക്കോബിന്റെ होगा. മകനാകുന്ന യോസഫ്, याकूब का पुत्र योसेफ, വചനം പറഞ്ഞ അവന്റെ കൈ തൊട്ടതൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. वचन कहते हैं कि जहाँ जहाँ उसने छुआ आशीष हुआ, നീ തൊടുന്നിടമൊക്കെ जहाँ पे അനുഗ്രഹിക്കപ്പെടും. तुम छुओगे वो आशीषित കാരണം होगा. വർധനവിന്റെ ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. आमेन. क्योंकि बढ़ोतरी का एक वादा आपके ऊपर पड़ी हुई നീ है. കാല് വെക്കുന്നിടം जहाँ तू അനുഗ്രഹിക്കപ്പെടും. कदम रखेगा वो स्थान आशीष होगा. ഹല്ലേലൂയ. നിന്റെ കൈ തൊടുന്നത് അനുഗ്രഹിക്കപ്പെടും. जहाँ तू अपने हाथ को छुएगा वहां पर आशीष होगा. നിന്റെ കണ്ണ് പതിക്കുന്നത് आमेन. അനുഗ്രഹിക്കപ്പെടും. जहाँ तेरी नजर पहुंचेगी वो आशीषित നിന്റെ होगा. നാവ് കൊണ്ട് നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. तू जुबान से जिसे आशीषित करेगा वो आशीष होगा. ഇതൊക്കെ ലോകത്തിന്റെ വ്യവസ്ഥയ്ക്കും ചിന്തയ്ക്കും എതിരാണ്. ये दुनिया की व्यवस्था और चिंता से विरुद्ध है. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനുമായി സംസാരിക്കുമ്പോൾ मैंने पिछले दिन परमेश्वर के दास से जब बात कर അദ്ദേഹം रहा ഇങ്ങനെ था, പറഞ്ഞു, उसने इस प्रकार से कहा, അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ വിട്ട് ഓടിപ്പോയി. उसकी माता उसे छोड़कर चली गई थी. കാരണം कारण അമ്മയ്ക്ക് ഭയമായിരുന്നു അദ്ദേഹത്തോട് താമസിക്കാൻ. माता डरती थी उसके साथ रहने അമ്മ के लिए. പറഞ്ഞു, നീ ശാപം കിട്ടിയവനാ, നിന്റെ കൂടെ താമസിച്ചാൽ ഞാനും ശപിക്കപ്പെടും എന്ന് പറഞ്ഞ് ഓടിപ്പോയി. माता ने इस प्रकार से कहा कि तू श्रापग्रस्त है, तेरे साथ रहूंगा तो मैं भी श्रापित हो जाऊंगी, इसलिए वो चली गई. ഈ മനുഷ്യൻ അയൽവക്കത്തെ വീട്ടിലോട്ടൊന്ന് നോക്കിയാൽ इस मनुष्य जब वो अपने आजू बाजू में देखे, पड़ोसी के घर में അയൽവക്കത്തുകാരൻ देखे, പെട്ടെന്ന് കഥ കടയ്ക്കും, पड़ोसी वाले दरवाजा बंद कर देते ചിലപ്പോൾ हैं, ചൂലെടുത്ത് കാണിക്കും. कभी झाड़ू निकाल कर दिखाते ഇദ്ദേഹം हैं, പറഞ്ഞ സാക്ഷിയാകട്ടെ, ചിലപ്പോൾ ചൂലെടുത്ത് कभी കാണിക്കും. झाड़ू उठाकर दिखाते എന്താ हैं. പറയുന്നറിയോ? क्यों? എടാ, നിന്റെ കണ്ണ് വീഴുന്നിടം നശിച്ചു പോകുന്നു. क्योंकि तू जहाँ देखेगा वो नाश हो നമ്മുടെ जाएगा. നാട്ടിപ്പുറത്തിലെ കരിങ്കണ്ണനാന്ന്. हम गांव में ऐसा कहते हैं कि श्रापित आंख. ഹല്ലേലൂയ. കരിങ്കണ്ണന്മാരുണ്ട്, കരിങ്കണ്ണന്മാർ. श्रापित आंखें वाले लोग हैं, ആ കരിനാക്കുള്ളവരുണ്ട്.
जिसके जीव में काला है वैसे लोग हैं। ഹല്ലേലൂയ. ആ നാക്കുകൊണ്ട് എന്ത് പറഞ്ഞാലും ശപിക്കപ്പെടും. उस जीव से कुछ भी कहो तो वो യവന്റെ श्रापित കാല് होगा। വെച്ചടം നശിക്കുന്ന പറയുന്നത്. वो पैर रखेगा तो वो जगह യവൻ नाश होगा। തൊട്ടത് നശിക്കുന്ന यदि പറയുന്നത്. ये कुछ छुएगा तो नाश होगा। പക്ഷെ അതേ ദൈവദാസനെ लेकिन वही परमेश्वर के ഇപ്പൊ ആളുകൾ दास, എന്ത് ചെയ്യുന്നറിയാം? अभी लोग क्या ഏതെങ്കിലും कहते വീട്ടിൽ हैं? ചെന്നപ്പോൾ പാസ്റ്റർ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ട് പോകണമെന്ന് പറയും. अभी लोग कहते हैं कि यदि आप मेरे घर पे आए तो एक दिन रह कर ही जाओ। ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ परमेश्वर से यदि आप आशीषित നീ होते हैं കാല് तो വെക്കുന്നത് അനുഗ്രഹിക്കപ്പെടും. आमेन। जहाँ तू कदम रखेगा वो നീ आशीष കൈ होगा। വെക്കുന്നത് जहाँ तू അനുഗ്രഹിക്കപ്പെടും. छुएगा वो നിന്റെ आशीषित കണ്ണ് होगा। വീഴുന്ന ദേശം जहाँ तेरी അനുഗ്രഹിക്കപ്പെടും. नजर जाएगी वो देश ഓ आशीषित നിന്റെ होगा। നാവ് കൊണ്ട് നീ പറയുന്നത് അനുഗ്രഹിക്കപ്പെടും. जुबान से तू कहेगा वो आशीषित होगा। ഹല്ലേലൂയ. हालेलुया। അബ്രഹാം വാഗ്ദത്തമുള്ളവനാ. अब्राहम वादा वाला था। അബ്രഹാമിന്റെ കൂട്ടം പെരുകിയെന്ന്. अब्राहम का झुंड बढ़ती गई। അബ്രഹാമിന്റെ കൂട്ടം മാത്രമല്ല, अब्राहम का ही केवल അവന്റെ झुंड नहीं, കൂടാരത്തിൽ ആരൊക്കെയുണ്ടോ उसके भवन में रहने ആ वाले सब लोग, കൂടാരത്തിന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളുണ്ട്. उसके भवन में रहने वाले सब लोग उस वादा के सहभागी लोग हैं। അങ്ങനെ അബ്രഹാമിന്റെ കൂടാരത്തിന്റെ പരിയമ്പുറത്തൂടെ പോയൊരുത്തനാണ് ലോത്ത്. ഹല്ലേലൂയ. वैसे उसके भवन के बाजू से गुजरा ही लोग ही था वो लूत। ആ സൈഡിൽ കൂടെ പോയ ലോത്തും അങ്ങനെ वो അനുഗ്രഹിക്കപ്പെട്ടു. बाजू से गुजरा वाला लूत भी വചനം आशीषित हुआ। പറയുന്നു, वचन कहता है ദേശത്തിന് അവരെ വഹിക്കാൻ പറ്റാത്തവണ്ണം അവർ വളർന്നു. स्थान में वो अपने को पर्याप्त नहीं कर सकते, इतना वो നമ്മൾ बढ़ ഇന്ന് गए। വായിച്ച സങ്കീർത്തനത്തിൽ എന്താ പറഞ്ഞത്? हमने आज पढ़ा भजन संगीता അവൻ में തന്റെ क्या कहा? നിയമത്തെ 1000 തലമുറയോളം ഓർക്കും. वो नियम को हजारों पीढ़ी तक याद रखता ഒന്നോ है, രണ്ടോ തലമുറയല്ല കേട്ടോ. केवल एक दो पीढ़ी नहीं। ദൈവം നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾക്ക് ആയിരക്കണക്കിന് തലമുറ പ്രവർത്തിപ്പാൻ നിലനിൽപ്പാനുള്ള ശക്തിയുണ്ട്. परमेश्वर ने आपके जीवन दिया उस वादे को हजारों पीढ़ी तक वो बने रहने का, काम करने का ताकत रखता है। ഹല്ലേലൂയ. हालेलुया। അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും उसने जो अब्राहम से किया वादा, ഇസ്ഹാക്കിനോട് ചെയ്ത നിയമവും തന്നെ इसहाक से किया हुआ नियम यही है। അവർക്ക് അവകാശങ്ങൾ കൊടുത്തു. उनको अधिकार अवकाश दिया। കനാൻ ദേശം തരുമെന്ന് അരുളി ചെയ്തു. कनान देश दूंगा ऐसा कहा ഈ गया। വാഗ്ദത്തം കിട്ടിയപ്പോൾ जब उन्हें ये वादा मिल गया, അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും उस दिन वो अपने संख्या में कम थे, ആൾ ചുരുങ്ങിയവരും संख्या में कम थे പരദേശികളുമായിരുന്നു. और वे परदेशी लोग ഒരു थे, ദേശത്ത് നിന്ന് മറ്റു ദേശത്തേക്ക് ഓടി നടക്കുന്നവർ. एक देश से दूसरे देश में भागने वाले എന്റെ लोग। പൊന്നു ദൈവമക്കളെ, मेरे प्रियो, പക്ഷെ വർധനവിന്റെ ഒരു വാഗ്ദത്തം നിനക്കുണ്ടോ? यदि आपको एक बढ़ोतरी का ഒരു वादा आपके ദേശത്ത് जीवन में है, ഒതുങ്ങാൻ പറ്റാതെ വണ്ണം एक देश में पर्याप्त ना कर सके, ദൈവം उस हिसाब से വർദ്ധിപ്പിക്കാൻ വിശ്വസ്തനാണ്. परमेश्वर बढ़ाने के लिए विश्वास योग्य है। നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഒക്കെ ഒന്ന് എടുത്തു വെച്ച് परमेश्वर ने आपसे कहो सारी वादाओं को उठा कर रखे, ഒന്നും മറന്നു പോകല്ലേ. एक भी भूलना नहीं। കർത്താവ് ചെയ്ത ഒരു വാക്കും വാഗ്ദത്തവും മറന്നു പോകല്ലേ. परमेश्वर ने बोला हुआ कोई शब्द या कोई वादा उसे भूलना नहीं। അതെല്ലാം കർത്താവ് നിവർത്തിക്കും. वो सारी बातें परमेश्वर पूरी എങ്ങനെയാന്ന് നിങ്ങൾ करेगा। ചോദിക്കണ്ട. कैसे होगा वो मत पूछो। മാനുഷികമായിട്ട് ഒരു വഴിയുമില്ലാതിരിക്കുമ്പോൾ, मानसिक तौर से कोई रास्ता नहीं ഒരു होगा, സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ, कोई संभव की बात नहीं रहेगी। ഹല്ലേലൂയ, ഉയർത്തുകയില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ, शत्रु ने कहेगा कि तुझे उठाएगा नहीं, തകർക്കുമെന്ന് പിശാച് വെല്ലുവിളിക്കുമ്പോൾ, तुझे नाश करेगा। जब शत्रु ऐसे വാഗ്ദത്തം कहेगा, ചെയ്ത ദൈവം വിശ്വസ്തനാണ്. आमेन, वादा किया परमेश्वर विश्वास योग्य है। അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? इसलिए अभी क्या हो रहा है, ദേശത്തിന് വഹിക്കാൻ പറ്റാത്തവണ്ണം ഇവർ വളർന്നു. देश में उन्हें अपने आप को पर्याप्त नहीं कर सके, उतना बढ़ गए वो। അപ്പൊ ഇവര് സെപ്പറേറ്റ് ആവുക ഏറ്റവും നല്ലതല്ലേ? अभी अलग होना अच्छी बात है, ഇവർക്കൊരു ദേശത്ത് ഇവരെ വഹിക്കാൻ പറ്റത്തില്ല. क्योंकि देश में अपने आप को पर्याप्त नहीं कर पा ഇവർ रहे। വേർപിരിക്കുക ദൈവത്തിന്റെ പദ്ധതി. ये अलग हो रहे परमेश्वर की योजना से। അടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, अगले वचन में हम देख सकते हैं, ആദ്യമേ അങ്ങ് വേർപിരിഞ്ഞായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. पहले ही यदि वो अलग हो जाते हैं तो कोई बात नहीं പിന്നെന്താ होता। ചെയ്തെന്നറിയാമോ? इन्होंने क्या किया, അങ്ങനെ വേർപിരിയാൻ നിന്നത് കൊണ്ട് जब ऐसा अलग नहीं हुए इसलिए ഇടയന്മാർ തമ്മിൽ ശണ്ടയായെന്ന് चरवाहों के बीच में झगड़ा हो നമ്മൾ गया। പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. तो हमें यहाँ पर क्या पढ़ना है, നമ്മൾ നിൽക്കാൻ പാടില്ലാത്തടത്ത് നിന്നാൽ, यदि हमें जहाँ पे नहीं रुकना चाहिए वहाँ पे रुक जाते ദൈവഹിതമല്ലാത്ത हैं। ബന്ധങ്ങളിൽ നിന്നാൽ, यदि ऐसा संबंध जहाँ परमेश्वर की इच्छा ദൈവഹിതമില്ലാത്ത नहीं है, സ്ഥാനങ്ങളിൽ നിന്നാൽ, जहाँ परमेश्वर की इच्छा नहीं है, यदि वहाँ पर ദൈവം हम रुकते നമ്മളോട് हैं പറയും, ഇത് നിനക്ക് യോജിച്ചതല്ല, മാറിക്കൂ. तो परमेश्वर हमसे कहेगा कि ये तेरे लिए नहीं है, तू यहाँ से अलग हो जा। എന്നിട്ടും മാറാതെ നിന്നാൽ, फिर भी यदि आप अलग नहीं അപ്പോഴാണ് होते ഇടയന്മാർ തമ്മിൽ तो ശണ്ടയിടുന്നത്. वहाँ पे चरवाहों के बीच में झगड़ा എന്നിട്ടും उत्पन्न होता മാറാതെ നിൽക്കുമ്പോഴാണ് है। फिर भी यदि अलग नहीं होते हैं ഇസ്മായേൽ പരിഹാസിയായി തീരുന്നത്. तो इस्माइल का उत्पन्न होता है। എന്നിട്ടും മാറാതെ നിൽക്കുമ്പോഴാണ് यदि फिर भी अलग नहीं होते ലാബാന്റെ हैं മുഖം तो കറുത്ത് കാണുന്നത്. लाबान का चेहरा काले होते देखना ഹലോ, पड़ता है। ലാബാന്റെ മുഖം കറുത്ത് കണ്ടത് लाबान का चेहरा काला क्यों हुआ? ഇസ്മായേലിന്റെ പരിഹാസം, इस्माइल का जो मजाक ഇടയന്മാരുടെ उड़ाना, ശണ്ട,
झगड़ा ദൈവം നിനക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. आमेन, ये सब तुझे एक चेतावनी നീ देता है। വിടേണ്ട ചിലതിനെയൊക്കെ വിട്ട് മുന്നോട്ട് आमेन, പോകണമെന്ന്. कुछ चीजों को जो छोड़ना है वो छोड़कर तुझे आगे നീ बढ़ना അങ്ങനെ है। എന്തെങ്കിലും കുടുങ്ങി കിടക്കേണ്ടവനല്ല. तू ऐसा कुछ बातों में फंस कर पड़ा रहने वाला व्यक्ति नहीं। എന്തെങ്കിലും നിങ്ങൾ കുടുങ്ങി കിടപ്പുണ്ടോ? परमेश्वर की इच्छा के विरुद्ध में क्या आप लोग झगड़े हुए हो? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, पवित्र आत्मा आज इस वक्त आपसे അതിനൊക്കെ कहता है, പുറത്തു വന്നു, वो झगड़े हुए में से बाहर आ जाओ। അതിനൊക്കെ പുറത്തു വന്നു. आप उसमें से बाहर आ जाओ। ഹല്ലേലൂയ. हालेलुया। താങ്ക് യു ജീസസ്. പലപ്പോഴും ചില ജീവിത പ്രശ്നങ്ങളുണ്ടല്ലോ, कई बार हमारे जीवन की जो मुसीबत होती है, നമ്മുടെ ജീവിതത്തെ ചിലതിൽ നിന്നൊക്കെ മാറ്റാൻ സെപ്പറേറ്റ് ചെയ്യാനുള്ള आमेन, ദൈവത്തിന്റെ हालेलुया। പദ്ധതിയാണ്. कुछ मुसीबतें जो हमारे जीवन में आती है वो हमारे जीवन से कुछ चीजों से अलग होने के लिए सहायता करती അബ്രഹാമേ, है। നിന്റെ വേർപാട് अब्राहम, तेरा अलग होना അതാണ് അടുത്ത ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടുവാൻ കാരണമായി തീരും. वही तेरे जीवन में आने वाले दिनों में आशीष का कारण ഇത് बनेगा। ദൈവവചനത്തിൽ കാണുന്ന പാറ്റേണാ. परमेश्वर के वचन में दिखने वाला एक पैटर्न है ये। അബ്രഹാം ലോത്തുമായി വേർപെട്ടപ്പോൾ, अब्राहम लूत से जब अलग हो गया, ഹല്ലേലൂയ, ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനോട് സംസാരിച്ചു. परमेश्वर उत्तर आकर अब्राहम से बातें की। 13-14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 13 के 14 आयत में इस प्रकार से ലോത്ത് कहता है, അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം लूत जब अब्राहम से अलग हो യഹോവ गया, അബ്രഹാമിനോട് അരുളി ചെയ്തു, उसके पश्चात यहोवा ने अब्राहम से कहा, തലപൊക്കി आंखें उठाकर ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. जिस स्थान पर तू है वहां से उत्तर दक्षिण पूर्व पश्चिम चारों ओर दृष्टि कर। ഇവിടെ എല്ലാം നീ സഞ്ചരിക്കുക. यहाँ सब पे तू यात्रा കാല് करेगा, വെക്കുന്നിടമൊക്കെ. जहाँ पे तू कदम रखेगा ഹല്ലേലൂയ, ഞാൻ നിനക്ക് അവകാശമായി നൽകാൻ പോകുക. मैं तुझे दे दूंगा। നിങ്ങൾക്കറിയാമോ, क्या आप जानते हो, ഇതിനു ശേഷമാണ് അബ്രഹാം മമ്രയുടെ തോപ്പിൽ വന്ന് പാർക്കുന്നത്. इसके बाद वो ममरा की जगह पर आकर रहने लगता है। അടുത്ത വാക്യം അങ്ങനെ പറയുന്നത് കേട്ടോ, अगले आयत में ऐसा लिखा है, 18 വാക്യം, 18 अध्याय, മമ്രയുടെ തോപ്പിൽ വന്ന് പാർക്കുന്നത്. और ममरे के बांज के वृक्ष के बीच में आकर അബ്രഹാമിന്റെ रहने लगा। ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും വെളിപ്പെട്ടത് മമ്രയുടെ തോപ്പിൽ വെച്ചാണ്. अब्राहम की सारी आशीषें जो प्रकट हुई वो ममरा के देश में हुआ था। ഹല്ലേലൂയ. ആ കൂടാരത്തിലാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും വെളിപ്പെട്ടത്. उसी तंबू में उस सारी आशीषें प्रकट हुआ था। ദൈവദൂതന്മാർ അവന്റെ വീട്ടിൽ വന്നത് ആ കൂടാരത്തിൽ വെച്ച്. स्वर्गदूत जो उत्तर आया था वो उस तंबू में था। ആ കൂടാരത്തിലാണ് ഇസ്ഹാക്ക് ജനിക്കുവാൻ കാരണമായി തീർന്നത്. उसी तंबू में इसहाक का भी पैदा होता है। ഇതുപോലെ തന്നെ യാക്കോബിന്റെ ജീവിതത്തിൽ वैसे ही याकूब के जीवन में ലാബാനും യാക്കോബും വഴി തിരിഞ്ഞപ്പോൾ, लाबान और याकूब जब अलग हो गए, ലാബാനും യാക്കോബും രണ്ട് വഴിക്ക് തിരിഞ്ഞപ്പോൾ, लाबान और याकूब जब दो रास्ते में चले യാക്കോബ് गए, എങ്ങോട്ട് പോയെന്നാ? याकूब किधर गया? അവന്റെ വഴിക്ക് പോയി. वो अपना रास्ता ഏത് लिया। വഴിയാണ്? कौन सा रास्ता? ദൈവം നേരത്തെ പറഞ്ഞ വഴി. परमेश्वर ने जो पहले ही उससे ചിലരെ कहा നോക്കി था वो പരിശുദ്ധാത്മ मार्ग। പറയുക, किसी को देखकर पवित्र आत्मा कहता നിന്നെ है, കർത്താവ് നേരത്തെ നടത്തിയ ഒരു വഴിയുണ്ട് കേട്ടോ. परमेश्वर ने तुझे पहले चलाया हुआ ആ एक रास्ता വഴി है। വിട്ട് എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, वो रास्ता को छोड़ कर कहीं और भटक എവിടെങ്കിലും जाए നിന്ന് तो, പോയിട്ടുണ്ടെങ്കിൽ, यदि कहीं और तो रुक गया है കുറെ तो, വർഷങ്ങളായി ലാബാന്റെ അടിമയല്ലേ, कई सालों से तो लाबान के साथ കുറെ है, വർഷമായി ലാബാന്റെ അടിമയല്ലേ, कई सालों से तो लाबान के വിട്ടു गुलाम में പുറത്തു വരേണ്ട है, സമയമായെന്ന്, छोड़कर बाहर आने का समय हो വഴി चुका പിരിയേണ്ട है, സമയമായെന്ന് रास्ता में अलग होने का समय हो चुका है। പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കി ആത്മാവിൽ പറയുക, पवित्र आत्मा किसी व्यक्तियों को देखकर आत्मा में कहता നിങ്ങളുടെ है, ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ आपके जीवन में परमेश्वर की इच्छा के विरुद्ध में कुछ भी है तो അതിനെ വിട്ടുപിരിയേണ്ട സമയമായി. उसे छोड़कर अलग होने का समय आ പാപത്തോട് पहुंचा കൂടെ है। നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. हम इस काल के साथ में नहीं जी सकते। പാപത്തെ നാം ലാളിച്ച് ജീവിച്ചാൽ हम प्यार को, यदि हम प्यार के साथ पाप के साथ हम जी नहीं ഒരു सकते, ദിവസം നമുക്കത് അപകടമാകും. यदि पाप के साथ हम जिएंगे तो वो हमारे खतरनाक അതുകൊണ്ട് बनेगी। ലാബാനോട് വേർപെടുക. इसके लिए लाबान से अलग हो जाओ। ലാബാന്റെ ഒരു സ്വഭാവമുണ്ട്. ये लाबान का एक स्वभाव है। ലാബാൻ ഒരിക്കലും ആരെയും പുറത്തു വരാൻ സമ്മതിക്കത്തില്ല. लाबान किसी को बाहर आने की अनुमति नहीं ഈ देता है। ഫറവോനും ലാബാനും ഒക്കെ ഒരേ ടൈപ്പ് ആളുകളാണ് കേട്ടോ. ये फिरौन और लाबान सब एक ही जैसे लोग हैं। ഫറവോന്റെ അടുക്കൽ മോശ വന്നിട്ട് പറഞ്ഞു, फरौन के पास आकर എന്റെ मूसा ने ജനത്തെ कहा, ആരാധിപ്പാൻ വിട്ടയേ. मेरे जन प्रजा को आराधना करने के लिए छोड़ ഫറവോൻ दो। പറഞ്ഞില്ല, പൊയ്ക്കോളാൻ പറഞ്ഞില്ല. फिरौन ने नहीं कहा कि ഫറവോൻ चले जाओ। എന്തിനാ വെളിയിൽ പോകുന്നത്? फिरौन कहा कि तू बाहर क्यों जा ഇവിടെ रहे തന്നെ ആരാധിച്ചു. हैं? इधर ही आराधना कर लो। അപ്പൊ മോശ പറഞ്ഞു പറ്റത്തില്ല. तो मूसा ने कहा नहीं, ऐसा नहीं हो മോശ सकता। പറഞ്ഞു 3 ദിവസത്തെ വഴി പോകണം. मूसा ने कहा कि 3 दिन का यात्रा करना है। വേദപുസ്തക പ്രകാരം 3 ദിവസം वचन के हिसाब से 3 दिन വേർപാടിന്റെ ഒരു ദൂരമാണ്. अलग अलगापन का 3 दिन की 3 यात्रा ദിവസത്തെ है। വഴി 3 दिन की यात्रा വേർപാടിന്റെ ഒരു ദൂരമാണ്. एक अलगाई की दूरी है। ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ उसका मतलब ഈ യാക്കോബിന്റെ അനുഭവത്തിലും നമ്മൾ കാണുന്നുണ്ട്. इस याकूब के अनुभव से हम देख सकते हैं യാക്കോബ്
തന്റെ ആട്ടിൻകൂട്ടത്തെയും याकूब अपने भेड़ों के झुंड को, ലാബാന്റെ ആട്ടിൻകൂട്ടത്തെ തമ്മിൽ लाबान के भेड़ के झुंड को भी 3 ദിവസത്തെ വഴി ഡിസ്റ്റൻസ് വെച്ചെന്ന്. 3 दिन का यात्रा की दूरी रखा। അത്രയും വേർപാട് വേണോ? क्या उतनी दूरी की जरूरत है? അത്രയും ഡിസ്റ്റൻസ് വേണോ? क्या उतना अलग होना जरूरी മക്കളെ, है? പാപത്തോട് എത്രയും ദൂരം കഴിയാം അത്രയും നല്ലതാ. प्रियो, यदि हम पाप से कितनी दूर जी सकते हैं उतना अच्छा 3 है। ദിവസത്തെ വഴി. 3 दिन का दूरी। എനിക്ക് തോന്നുന്നു ക്രൂശീകരണവും ഉയർപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. हमें मुझे ऐसा लगता है कि क्रूसीकरण और उसका पुनरुत्थान के बीच का दूरी 3 है। ദിവസത്തെ വഴി. 3 दिन की यात्रा। ഹല്ലേലൂയ. हालेलुया। അബ്രഹാം യാഗം കഴിക്കാൻ പോയപ്പോൾ, अब्राहम जब बलि चढ़ाने के लिए गया था, മോറിയാമലയിലേക്ക് പോയപ്പോൾ जो मोरिया के पर्वत पर 3 गया था, ദിവസത്തെ വഴിയാ കേട്ടോ. 3 दिन की यात्रा थी। അത്രയും ദൂരം വേണം നിന്റെ യാഗത്തിന്. उतना दूर होना चाहिए आपकी വേദപുസ്തകം പഠിപ്പിക്കുന്നത് पवित्र शास्त्र सिखाता है, വേർപാടില്ലാതെ अलगाई के നിന്റെ बिना യാഗത്തിൽ സ്വർഗം പ്രസാദിക്കത്തില്ല. एक बलिदान में परमेश्वर प्रसन्न नहीं होता। വേർപാടില്ലാത്ത ക്രിസ്തീയ ജീവിതമാണ് यदि आपके मसीह जीवन में अलगापन, अलगाई नहीं है तो ഇന്നത്തെ കാലഘട്ടത്തിന്റെ പരാജയം. आज का इस युग का एक पराजय का वजह, ലോകത്തോടു കൂടെ ചേർന്ന് ജീവിക്കുന്ന ദൈവമക്കൾ दुनिया के साथ में मिलजुल कर रहने वाले विश्वासी അവർ ദുർബലരായ വിശ്വാസികളാണ്. वो दुर्बल विश्वासी बन അവർ जाते हैं, ശക്തിഹീനരായ वो വിശ്വാസികളാണ്. कमजोर विश्वासी बन അവരെ जाते എനിക്ക് हैं। വിളിക്കാനുള്ള പേര് उनके मैं जो कहूंगा ലാബാന്റെ ആടുകളെന്നാ. नाबान की भेड़। ലാബാനും സഭ നടത്തുന്നുണ്ട് കേട്ടോ. लाबान भी कलीसिया चलाता है, ലാബാന്റെ ആട്ടിൻകൂട്ടമുണ്ട് കേട്ടോ. लाबान की भी एक झुंड है, പക്ഷെ ദുർബല വിശ്വാസികൾ. लेकिन वो दुर्बल विश्वासी लोग हैं। ഭാഗത്തിലേക്ക് വരാം. मैं उस भाग में आऊंगा। പെട്ടെന്ന് ഈ വചനം അങ്ങ് ഏറ്റെടുക്കുക. पवित्र आत्मा ये वचन को ले रहा है। പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना के साथ 3 रहे। ദിവസത്തെ വഴി. 3 दिन की അത് यात्रा, വേർപാടിന്റെ वो ദൂരം. अलगाई की यात्रा എന്താ है। വേദപുസ്തകം പറയുന്നതെന്ന് वचन അറിയാമോ? क्या कहता है? യാക്കോബ് याकूब തന്റെ ആടുകളെ अपनी भेड़ों को തന്റെ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. अपने बच्चों के हाथ में सौंप दिया। ലാബാനുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നത്. लाबान का एक वाचा था वो। യാക്കോബ് എന്റെ അടുക്കൽ ലാബാൻ വന്നിട്ട് പറഞ്ഞു. याकूब के पास लाबान आकर कहा, യാക്കോബ് ഓൾറെഡി പറഞ്ഞു ഞാൻ പോകാൻ പോവുകയാ. याकूब ने कहा कि मैं जाने वाला हूँ। പറഞ്ഞു പോകണ്ട. लाबान ने कहा मत നീ जाओ, അന്ന് മുതൽ എനിക്ക് അനുഗ്രഹമാണ്. तू जब से आया तब से मेरा आशीष का कारण है। അനുഗ്രഹിക്കപ്പെട്ടവൻ എവിടെ ചെന്ന് തൊട്ടാലും അനുഗ്രഹമാണ്. अनुग्रहित आशीषित वालों कहीं भी छुओ तो वो आशीष का അപ്പോഴാണ് कारण യാക്കോബ് है। പറയുന്നത്, तब याकूब ഞാൻ कहता है, വന്നപ്പോൾ നിനക്ക് അല്പമേ ഉള്ളായിരുന്നു, जब मैं आया तो तेरे पास झुंड कम था, പക്ഷെ എന്റെ കാല് വെച്ചടമൊക്കെ लेकिन അനുഗ്രഹിക്കപ്പെട്ടു. जहाँ जहाँ मैंने कदम रखा वो आशीषित हुआ। അങ്ങനെ പറയുന്നത് കേട്ടോ. ऐसा कहता है। അപ്പൊ ലാഭം പറയും മോനെ പോകരുത്. तो लाबान कहता है कि बेटा तू मत जा। ലാബാനും ഫറവോനും ഒരുപോലെ ये लाबान और फिरौन एक പോകാൻ समान है, സമ്മതിക്കത്തില്ല. जाने नहीं देते, പിടിച്ചു ഒതുക്കി നിർത്തും. पकड़ कर दबा के रख റിബേക്ക देंगे। ഇത് തിരിച്ചളഞ്ഞവളാ. रिबेका ये समझ गई थी। അതുകൊണ്ടാണ് എലിയാസർ വന്ന് इसके लिए जब एलियाजर आया, റിബേക്കയെ കണ്ട് रिबेका को देखकर ഹല്ലേലൂയ അവളെ തന്റെ മണവാളന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ जब अपने दूल्हा के पास लेके जाने का निर्णय യോസേഫ് लिया, രാവിലെ എഴുന്നേറ്റിട്ട് यूसुफ सुबह उठकर എലിയാസർ പറഞ്ഞു, एलियाजर ने कहा, ഹല്ലേലൂയ ഞാൻ എന്റെ യജമാനന്റെ അടുക്കലേക്ക് പോകുകയാ. मैं मेरे मालिक के पास जाता हूँ, അതുകൊണ്ട് ഹല്ലേലൂയ इसलिए ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. अभी इस वक्त यहाँ से निकलना है। അപ്പോൾ ലാബാൻ എന്താ പറഞ്ഞെന്നറിയാം? तो लाबान ने क्या कहा? ലാബാൻ വന്നിട്ട് പറഞ്ഞു, लाबान ने ബാല कहा, ഒരു 10 ദിവസം ഇവിടെ നിൽക്കട്ടെന്ന്. एक 10 दिन और रुकने दो। ബാല ഇത് ലാബാന്റെ സ്വഭാവമാ. बाला 10 दिन ഈ और 10 रुकने दो। ദിവസം 10 വർഷമാക്കി മാറ്റുന്നവനാ. ये लाबान का आदत है, ये 10 दिन को 10 साल में बदल सकता है। അവൻ എലിയാസറിന്റെ ചാറ് ഊറ്റും. ये 10 दिन में एलियासर को वो पूरा चूस के ले लेगा। 10 दिन को 10 वर्ष बनाने वाला है. मैंने 10 ദിവസത്തെ 10 വർഷമാക്കി മാറ്റും। और उस 10 वर्ष के अंदर इनको चूस के निकालने वाला है. ഈ 10 വർഷത്തെ ചാറ് ഊറ്റിയെടുക്കും। ഈ കരിമ്പിൻചണ്ടി പോലെ ഇവനെ ഊറ്റിയെടുക്കും. ये गन्ने का रस कैसे निकाला जाता है वैसा उसे निचोड़ के ले लेगा। യാക്കോബ് അവിടെ ലാബാന്റെ വീട്ടിൽ ചെന്നത് याकूब जब लाबान के घर पे गया, ഏശാവിന്റെ കോപം ശമിക്കും വരെ നിൽക്കാനാ. एशाव का गुस्सा ठंडा होने तक रुकने के लिए പക്ഷെ था, ലാബാന്റെ വീട്ടിൽ लेकिन लाबान के घर വചനം पे പറഞ്ഞു 10 പ്രാവശ്യം അവന്റെ പ്രതിഫലം മാറ്റിക്കളഞ്ഞെന്ന്. 10 बार उसका प्रतिफल को ऐसे एक्सटेंड करते എന്ന് गया। പറഞ്ഞാൽ പിന്നെ തരാമടാ, मतलब बाद में दे ഒരു देगा, വർഷം കൂടെ നിക്കടാ, 1 साल और रुक जा, 7 വർഷം നിക്കടാ, 7 साल और रुक जा, ഇങ്ങനെ 20 വർഷം അവിടെ പിടിച്ചു നിർത്തി. ऐसे कहते कहते 20 लाबान साल का तक स्वभावമാണ്. ये लाबान की അവൻ आदत നിന്റെ है, വിളിയിലേക്ക് നിന്നെ വിടത്തില്ല. तेरी बुलाहट जाने नहीं देगा। ഇന്നാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി മാറ്റി നിർത്തുന്ന ഒരു ലാബാനുണ്ട് आज കേട്ടോ. होने दो, कल होने से कह के रुकवा के रखने वाले एक लाबान है। അവസാനം തമ്പുരാന് മനസ്സിലായി, आखिर में परमेश्वर समझ ഇനി गया, ലാബാനെ വിട്ട് മുഖം കറുത്തെങ്കിലേ ഇവൻ ഇറങ്ങത്തുള്ളൂ. इन्हीं अभी लाबान से यदि उसका
मुंह काला हुआ तो ही वो बाहर നമ്മൾ निकलेगा। കാണുന്ന ഫറവോനും ഇതുപോലെ. अब फिरौन भी वैसा है। ഫറവോൻ എന്താ പറഞ്ഞത്? फिरौन ने क्या कहा? ഇവിടെ തന്നെ ആരാധിച്ചു. इधर ही आराधना മോശ कर लो। പറഞ്ഞു പറ്റത്തില്ല. मूसा ने कहा नहीं हो 3 सकता। ദിവസത്തെ വഴി പോകണം. 3 दिन की यात्रा है। അത് വേർപാടിന്റെ ദൂരമാണ്. ये अलगाई की यात्रा है। ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. उत्पत्ति की किताब में कहते हैं യാക്കോബ് എന്ത് ചെയ്തെന്ന്? याकूब ने क्या किया? യാക്കോബ് തന്റെ ആട്ടിൻകൂട്ടത്തെ, याकूब ने अपने भेड़ों को, താങ്ക് യു ജീസസ്, അതിനകത്തുനിന്ന് തനിക്കുള്ളതിനെ വേർതിരിച്ചു. उसने अपनी भेड़ की झुंड को अलग कर दिया। തനിക്കുള്ളതിനെ വേർതിരിച്ചു. अपनी झुंड को अलग किया। വേർതിരിക്കണം കേട്ടോ. अलग करना है। ലാബാന്റെ ആട്ടിൻകൂട്ടത്തിനും लाबान की भेड़ को, झुंड को। ദൈവ പൈതലേ, നിന്റെ ആട്ടിൻകൂട്ടത്തിനും ഇടയിൽ ഒരു വേർതിരിവ് आमेन। ഉണ്ടാകണം. प्रियो, आपके भेड़ों की झुंड के बीच में एक अलगाई होना चाहिए। അവനും വിശ്വാസിയാ, നീയും വിശ്വാസിയാ. वो भी विश्वासी है, आप भी പക്ഷെ विश्वासी നീ है, സ്പെഷ്യലാ. लेकिन तू खास है। അടുത്തിരിക്കുന്നൊക്കെ കൈ കൊടുത്തിട്ടുണ്ടോ? നീ आमेन। സ്പെഷ്യലാണ്. बाजू में बैठने वालों को हाथ देकर कहे कि तू खास है। മറ്റുള്ളവരെ പോലെ അല്ല. हम दूसरे के समान नहीं है। എല്ലാവരുടെ കൂടെ നിൽക്കാനല്ല സ്വർഗ്ഗം നിന്നെ വിളിച്ചിട്ടുള്ളത്. सबके साथ खड़े होने के लिए नहीं परमेश्वर ने हमें बुलाया है। അങ്ങനെ നിന്നാൽ यदि ऐसा खड़ा हुआ तो നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നടക്കത്തില്ല. तुम्हारे बारे में जो ഈ परमेश्वर योजना है वो കാലഘട്ടത്തിലെ पूरा नहीं होगा। ദൈവസഭകളുടെ പ്രശ്നം इस युग का परमेश्वर कलीसिया का मुसीबत, വേർപാടില്ലാത്ത വിശ്വാസികൾ, अलगाईपन उनके जीवन में नहीं है। ലോകത്തോടുകൂടെ ഇടകലർന്ന് ജീവിക്കുന്നവർ, दुनिया के साथ मिलघुल के रहने वाले लोग, ഹല്ലേലൂയ, ജാതികളോടുകൂടെ ഇടകലർന്ന് ജീവിക്കുന്നവർ, जाति के साथ मिलघुल के रहने वाले लोग। ഹല്ലേലൂയ. हालेलुया। ഉൽപ്പത്തി 30:35 പറയുന്നു, उत्पत्ति 30 का 35 में इस प्रकार से कहता है, അന്ന് തന്നെ ലാബാൻ വരയും മറുകുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറുകുമുള്ള പെൺകോലാടുകളെയും അവയിൽ നിന്ന് വെണ്മയുള്ളതിനെയും ഒക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെയൊക്കെ വേർതിരിച്ചു അവന്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. इस प्रकार से लिखा है कि अतः उसी दिन वे धारी वाले और चितक भरे बकरों और सब चित्ती वाली और चितक भरी बकरियों को और जिसमें उजलापन था उनको और सब काली भेड़ों को भी अलग करके अपने पुत्रों के हाथ में सौंप दिया। അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ 3 ദിവസത്തെ വഴിയകലം വെച്ചു. मतलब उसमें और लाबान के बीच में 3 दिन की यात्रा की दूरी रखा। ലാബാന്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു. उसके बाद की जो भेड़ों को याकूब ने चराने लगा। ആമേൻ. ഹല്ലേലൂയ. आमेन। താങ്ക് യു ജീസസ്. വേർതിരിച്ചെന്ന്, ആട്ടിൻകൂട്ടത്തെ വേർതിരിച്ചെന്ന്. यहाँ पे भेड़ों को उसने अलग किया। 3 ദിവസത്തെ വഴി, 3 दिन के अंतर दूरी रखा। എന്ന് പറഞ്ഞാൽ मतलब ക്രിസ്തീയ ജീവിതത്തിൽ मसीही जीवन में ലോകത്തോടും दुनिया के साथ, അതിന്റെ അഭിലാഷകളോടും दुनिया की अभिलाषाओं के साथ, पाप के साथ ഒരു നല്ല ക്ലിയർ വ്യത്യാസം ഉണ്ടാകണം. एक क्लियर अलगाई, भिन्नता होना चाहिए। അടുത്തടുത്ത് ചേർന്ന് പോയാൽ यदि हम साथ साथ जाएंगे तो ഹല്ലേലൂയ, നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. तो हम जकड़ जाएंगे, പെട്ടുപോകാൻ സാധ്യത. हम फंस जाएंगे। യാക്കോബിന്റെ ഓടിപ്പോക്കിനെ കുറിച്ചും അങ്ങനെയാണ് പറയുന്നത്. याकूब का वहां से भाग जाने के बारे में भी इस प्रकार से ही कहता है। ലാബാന് മുമ്പിൽ യാക്കോബ് ഓടിച്ചു പോയെന്ന്. लाबान के आगे याकूब भाग कर गया। 17 വാക്യം മുതൽ വായിക്കുമ്പോൾ उसके जब 17 पद से पढ़ेंगे तो യാക്കോബ് ഇതാ 31:17 മുതൽ വായിക്കുമ്പോൾ 31 का 31 का 17 യാക്കോബ് से തന്റെ പിതാവിന്റെ അടുക്കലേക്ക്, ഇസ്ഹാക്കിന്റെ അടുക്കലേക്ക് പോവുകയാണ്. याकूब अपने इसहाक के पास जा रहा है। ധന്യവാദ യേശു. ഹല്ലേലൂയ. 22 വാക്യം, उसके 22वें आयत, 22 വാക്യം. 22वें आयत, 3-ാം ദിവസം അറിവ് കിട്ടി. तीसरा दिन उन्हें ये पता चला। 3 ദിവസം കഴിഞ്ഞപ്പോഴാ ലാബാന് മനസ്സിലായത് യാക്കോബ് പോയി കളഞ്ഞെന്ന്. 3 दिन के बाद याकूब, लाबान को पता चला कि याकूब भाग गया അതെന്താ है। കാരണം? ये क्यों है? 3 ദിവസത്തെ അകലം വെച്ചിട്ടുണ്ട് അല്ലേ? क्योंकि 3 दिन की दूरी रखी थी। अमेन, हालेलूया, ലാബാന്റെ अमेन, അടുക്കൽ നിന്ന് ആരെങ്കിലും ഓടി വന്നിട്ട് ഇവന്റെ അടുക്ക പറയാൻ വന്നാൽ 3 ദിവസം अमेन, എടുക്കും ഇങ്ങെത്തുമ്പോ. हालेलूया, अमेन, 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 3 ദിവസം എടുക്കും ഇങ്ങെത്തുമ്പോ. 3 दिन की दूरी रखी थी। इस वजह से यदि कोई आकर लाबान से कहे तो भी 3 दिन लग जाएगा लाबान को पता चलने के लिए। പിന്നെ अमेन। ലാബാന് അവിടുന്ന് യാത്ര പുറപ്പെട്ട് ഇങ്ങനെ വന്ന് കണ്ടുമുട്ടുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കും. लाबान वहां से आकर अगर कोई यहाँ से मिलने के लिए चला जाए तो भी कुछ दिन लगेगा। അതുകൊണ്ട് നല്ല വേർപാടുള്ള आमेन, ജീവിതം. हालेलुया। इसलिए एक अच्छी दूरी बनाए रखे। ഇങ്ങനെ പറഞ്ഞാട്ട് പിശാച് കൈ എത്തി പിടിച്ചാലും കിട്ടാത്ത ദൂരത്തിൽ നീ आमेन, ജീവിച്ചോളാം. हालेलुया। ऐसे कहे कि शैतान हमें हाथ पकड़ कर छूने की कोशिश
करे तो भी वो हमें पकड़ न सके, इतनी दूरी में शैतान से रहे हम। താങ്ക് യു आमेन, हालेलुया। യാക്കോബ് തന്റെ വഴിക്ക് പോയി. याकूब अपना रास्ता ले लिया। ഏത് വഴിയാണ്? कौन सा रास्ता है? ദൈവം നേരത്തെ അവനോട് പറഞ്ഞിട്ടുണ്ട്. परमेश्वर ने पहले ही उससे कहा था। ഹല്ലേലൂയ. हालेलुया। ആ വഴിക്ക്, उसी रास्ते, ദൈവം പറഞ്ഞ വഴിക്ക്, परमेश्वर ने कहा हुआ रास्ते से 31:13 മുതൽ വായിക്കുമ്പോൾ 31:13 से यदि हम पढ़ेंगे तो ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. यहाँ पर ऐसा लिखा है, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു. लाबान ने जो कुछ तेरे साथ किया है वो मैंने देख लिया है। എന്ന് പറഞ്ഞാൽ ലാബാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് നിന്നെ അടിമയാക്കി വെച്ചേക്കുന്നത് ഞാൻ കണ്ടെന്ന്. मतलब लाबान पिछले 20 साल से जो गुलामी करके रखा था वो എല്ലാവരും मैंने പറഞ്ഞാട്ട് देख लिया നമ്മുടെ है। ദൈവം കാണുന്നതയോ. सब लोग कहे कि हमारा परमेश्वर देखने वाला ഫറവോൻ परमेश्वर। നിന്നോട് ചെയ്തത് ഞാൻ കണ്ടു എന്നാ പറഞ്ഞത്. फिरौन ने जो तुझसे किया वो मैंने देखा ऐसे कहा ഒറ്റ है। കണ്ടുകൊണ്ട് നിർത്തിയില്ല, एक बार देखने से रोका नहीं, കണ്ടെന്ന്. ഹല്ലേലൂയ. मैंने फिर देखा। ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടെന്ന്. उनका चिल्लाहट और उनका रोना जो गुलामी की वजह से उठ रहा था वो मैंने सुना। ലാബാൻ ചെയ്തത് കണ്ട ദൈവം, लाबान ने जो किया वो देखा परमेश्वर। ഫറവോൻ ചെയ്തത് കണ്ട ദൈവം. फिरौन ने जो किया उनके साथ वो देखा हुआ നിന്റെ परमेश्वर। ജീവിതത്തിലും ശത്രു ചെയ്യുന്ന സകലത്തെ കണ്ടോണ്ടിരിക്കുക. आपके जीवन में भी शत्रु जो कुछ करता है वो सब कुछ परमेश्वर देख നിന്റെ रहा है। മേലുള്ള അടിമത്തങ്ങളുടെ വേദന നീ അനുഭവിക്കുന്നത് സ്വർഗ്ഗം കാണുന്നുണ്ട്. आपके ऊपर गुलामी का दर्द जो पड़ा हुआ है वो परमेश्वर देख रहा है। പിശാച് നിങ്ങളെ ഒതുക്കി കളഞ്ഞിരിക്കുന്നത് സ്വർഗ്ഗം കണ്ടിട്ടുണ്ട്. शैतान ने जो आपको दबा के रखा है परमेश्वर ने देखा है। പരിശുദ്ധാത്മാവ് പറയുന്നു, വിടുവിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുതായി പോയിട്ടില്ല. परमेश्वर वचन कहता है कि परमेश्वर का हाथ ऐसा छोटा नहीं होगा कि तुझे छुड़ा ഓ, न सके। കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. उसके कान बंद नहीं हुई कि वो आपकी आवाजों को सुन न सके। എന്തുകൊണ്ട് വിടുതൽ വെളിപ്പെടാത്തത്? क्यों छुटकारा प्रकट नहीं हो വചനം रहा है? പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ ദൈവത്തെ നിങ്ങളോട് അകറ്റിക്കളയുന്നത്. वचन कहता है कि आपके पाप की वजह से आपको परमेश्वर की वादा से दूर रखा है। നിങ്ങൾ പാപവുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ आप यदि पाप के साथ घुल मिल जाए, ദൈവം നിങ്ങൾക്ക് 3 ദിവസത്തെ വഴി ദൂരമായിരിക്കും. परमेश्वर आपके 3 दिन की दूरी में होगा। നിങ്ങൾ പാപവുമായിട്ട് ദൂരെയായാൽ यदि आप पाप से दूर हो ദൈവം जाए, നിങ്ങളോട് കൂടുതൽ അടുത്ത് വരും. परमेश्वर आपके करीब आएगा। ഒരു ദിവസത്തെ വഴി ദൂരമാ പാപമെങ്കിൽ यदि एक दिन की दूरी है वो पाप, तो നിങ്ങൾ ദൈവമായിട്ട് കുറച്ചുകൂടെ അടുത്തു. हम परमेश्वर से और करीब हो गए। 2 ദിവസത്തെ വഴിയാണെങ്കിൽ यदि 2 दिन की दूरी है ദൈവം तो നിങ്ങളുമായിട്ട് കുറച്ചുകൂടെ അടുത്തു. परमेश्वर और थोड़ा नजदीक 3 हुआ। ദിവസത്തെ വഴിയാണെങ്കിൽ यदि 3 दिन की दूरी നീ है तो നിൽക്കുന്ന സ്ഥലത്ത് हम तू जहां पर खड़ा है वो स्थान, കർത്താവിന്റെ അസാധാരണ എൻകൗണ്ടർ നീ അനുഭവിക്കാൻ പോകുകയാ. परमेश्वर के असाधारण मुठभेड़ को तू अनुभव करने നീ वाला है। വേർപാടി പാലിച്ച് നിൽക്കുന്നിടത്ത് जहां पे तो अलगाई को लेकर तो खड़ा നിന്റെ रहेगा। മമ്രയുടെ തോപ്പിൽ ममरा के तंबू നീ में യാഗപീഠം പണിതെടുത്ത് तो जहां पर परमेश्वर के भवन बनाया ദൈവദൂതന്മാർ था, നിന്റെ മുറിക്കകത്ത് ഇറങ്ങാൻ പോകുകയാ. स्वर्गदूत तेरे घर पर उतरने वाला है। വേർപാടുള്ളവൻ, अलगाई जिसके जीवन പാപവുമായി में 3 ദിവസത്തെ വഴി ദൂരെ പാലിച്ചവൻ, पाप के साथ 3 दिन की दूरी रखने वाले, വേർപാട് പാലിച്ച് ആരാധിക്കുന്നവൻ, अलगाई को लेकर അവന്റെ आराधना करने ജീവിതത്തിലാണ് वाले लोग, उसके जीवन में ദൈവത്തിന്റെ സൈന്യമാകുന്ന മഹനിയും ഇറങ്ങി വരുന്നത് അവൻ കാണുന്നത്. परमेश्वर की सेना मैनेम जो उतरते हुए वो देखता है। അവന്റെ ജീവിതത്തിലാണ് उसके जीवन में അവനെതിരെ ദൈവദൂതൻ നടന്നു വരുന്നത്. आमेन, उसके लिए स्वर्गदूत चल कर आता है। എന്നെ കേൾക്കുന്നുണ്ടോ? क्या आप मुझे सुन रहे ഒരു हो? വിടുതൽ വേണമോ? क्या आपको छुटकारा चाहिए? പാപത്തോടകലെ, पाप से दूर हो जाओ, അകൃത്യത്തോടകലെ, पाप से दूर हो जाओ ഹല്ലേലൂയ. എന്നിട്ട് വേർപാട് പാലിക്ക്. और अलगाई के साथ रहो। വേർപെട്ട് കർത്താവിനെ ആരാധിക്കണം. अलग होकर परमेश्वर की आराधना करें। എങ്ങനെ ആരാധിക്കണം? कैसे आराधना करना എങ്ങനെ है? ആരാധിക്കണം? कैसे आराधना करना है? പെന്തക്കോസ്തുകാരുടെ ഏറ്റവും ശക്തമായ ഉപദേശമാണ് വേർപാട്. इस पेंतेकोस्त लोग का एक सबसे एक ताकत वाला एक उपदेश है अलगाई। അല്ലേ? ശരിയല്ലേ? നമ്മൾ വേർപെട്ടവരാ. हम अलगा ये लोग हैं, എന്തിനോട് अलगापन। വേർപെട്ടവരാ? हम किससे अलग हुए हैं? നമ്മൾ ലാവാനോട് വേർപെട്ടതാണ്. हम राबान से अलग हुए हैं। ലോകത്തോട് വേർപെട്ടതാണ്. हम दुनिया से अलग हुए हैं। നമ്മൾ ഫറവോനോട് വേർപെട്ടതാണ്. हम फिरौन से अलग हुए हैं। നമ്മൾ പാരമ്പര്യങ്ങളോട് വേർപെട്ടവരാ. हम पारंपरिक बातों से अलग നമ്മൾ हो गए हैं। അന്ധവിശ്വാസങ്ങളോട് വേർപെട്ടവരാ. हम अंधविश्वासों से अलग हो चुके हैं। നമ്മൾ ഹല്ലേലൂയ ദുരുപദേശങ്ങളോട് हम വേർപെട്ടവരാ. दुरुपदेश से अलग हो चुके हैं। ദൈവവചനത്തിലില്ലാത്ത ഒരു ആരാധന സമ്പ്രദായവും നമ്മൾക്കില്ല. നമ്മൾ വേർപെട്ടവരാ. परमेश्वर के वचन के विरुद्ध में कोई भी आराधना हमें नहीं है, हम उनसे अलग
हो चुके हैं। അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാരായ നമ്മൾ इसके लिए हम पेंटिकोस्ट लोग വേദപുസ്തകത്തിൽ ഇല്ലാത്ത ആരാധനകളെ വിട്ടു പുറത്തു വന്നത്. परमेश्वर के विरुद्ध में जो आराधना है वो छोड़कर हम बाहर आ चुके हैं। അതുകൊണ്ടാണ് ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പേ इसके लिए ही हम कुछ भी काम करने से നമ്മൾ पहले ചോദിക്കുന്നത് ഇത് വചനത്തിലുണ്ടോ? हम पूछते हैं कि क्या ये वचन के अनुसार है। ബെരോവയിലെ വിശ്വാസികളെ പോലെ, ബെരോവക്കാരെ പോലെ. बेरोवा के विश्वासियों के ബെരോവയിലെ समान സഭ നല്ല സഭയായിരുന്നു കേട്ടോ. बेरोवा के सभा अच्छी ആ कलीसिया സഭയുടെ थी। ഗുണമെന്താ? उसकी गुण क्या था? അവർ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. वो തെസ്സലോനിക്ക के कलीसिया से भी उत्तम लोग थे। എന്താ അവരുടെ ഗുണം? क्या है उनका गुण? അവർ വചനം കേൾക്കുക മാത്രമല്ല, वो केवल वचन सुनते ही नहीं, അവർ വീട്ടിൽ ചെന്നിട്ട് वो घर पे जाके വേദപുസ്തകത്തിൽ നോക്കി पवित्र शास्त्र में ഇന്ന് देखकर പാസ്റ്റർ പ്രസംഗിച്ചത്, आज जो पास्टर ने भाषण दिया, ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ചത് आज जो पास्टर ने संदेश दिया, വേദപുസ്തകത്തിൽ ഉണ്ടോ? क्या वो पवित्र शास्त्र में है या नहीं? ഉള്ളത് മതിയെന്ന്. पवित्र शास्त्र में जो है बस वही चाहिए। ഹല്ലേലൂയ. हालेलुया। പാസ്റ്റർ പ്രസംഗിച്ചത് വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ पास्टर ने जो संदेश दिया यदि वो पवित्र शास्त्र में नहीं है तो പെന്തക്കോസ്തുകാരൻ സ്വീകരിക്കത്തില്ല. पेंतकोस्त लोग उसे स्वीकार അത് नहीं എത്ര करते മൂത്ത हैं। പാസ്റ്റർ പ്രസംഗിച്ചാലും, वो कितनी बड़ी पास्टर ने भी क्यों എത്ര ना വലിയ बोला हो, അപ്പോസ്തലൻ वो പ്രസംഗിച്ചാലും कितनी बड़ी अपोस्तल ने ദുരുപദേശത്തെ നമ്മൾ ദുരുപദേശമായി കാണും. दुरुपदेश को हम दुरुपदेश जैसा ही നാം देखेंगे, വേർപെട്ട ദൈവമക്കളാ. क्योंकि हम अलग हुए लोग हैं। ഹല്ലേലൂയ. हालेलुया। പ്രസംഗിച്ച ആളിന്റെ വലുപ്പം നോക്കി, जो संदेश दे रहे उनके बड़ापन को देख के, പ്രസംഗിച്ച ആളിന്റെ ക്രെഡിബിലിറ്റി നോക്കി, संदेश देने वाले का क्रेडिबिलिटी को നമ്മൾ देखकर, ഫോളോ ചെയ്യുന്നവരല്ല. उनको देखकर हम उनका पीछे करने वाले നമ്മൾ लोग नहीं। പ്രസംഗിച്ച വചനം ദൈവത്തിന്റെ ആമേൻ. വചനമാണോ എന്ന് നോക്കി ഫോളോ जो ചെയ്യുന്നവരാണ്. संदेश हम प्राप्त हुए क्या वो संदेश वचन के हिसाब से है या नहीं? ആരാധനയിൽ ഒരു വേർപാട് വേണം. आराधना में गलगाईपन, ആരാധന നമുക്ക് ഇഷ്ടം പോലെയല്ല. आराधना अपने हिसाब से नहीं। ഫറവോൻ പറഞ്ഞു, फिरौन ने നീ कहा, എന്തിനാ എന്റെ ദേശം വിട്ടു പോകുന്നത്? तू क्यों मेरा देश छोड़कर जाता है? നിനക്ക് ഞാൻ പള്ളി ഇവിടെ പണിതു തരാം, तुझे कलीसिया में इधर बना ഇവിടെ के दूंगा, ആരാധിച്ചോ. तू इधर आराधना कर। ഹലോ, എവിടെ? कहा? ഫറവോന്റെ തിണ്ണക്കിരുന്ന്. फरोन के घर पे बैठ ഞാൻ के। പണ്ട് മുതലേ പറഞ്ഞൊരു കാര്യമാ. मैं पहले से ही बोलता हूँ, ഹലോ, എവിടെ ഇരുന്ന് ആരാധിക്കുന്നത്? कहाँ बैठ कर आराधना कर? ഫറവോന്റെ തിണ്ണക്കിരുന്ന്. फिरौन के घर पे। ഹല്ലേലൂയ. പാട്ട് പാടുന്നത് എന്താ? हम गीत को क्या गाते? गीत में कैसे ഫറവോനു गाते? ഞാൻ ഇനി മടിമയല്ല, हम गाते तो ऐसा है कि फिरौन का गुलाम नहीं हूँ मैं आपसे, സിയോനിൽ ഞാൻ അന്യനല്ല. सियोन से मैं दूर नहीं हूँ। ഫറവോനു ഞാൻ ഇനി മടിമയല്ല, फिरौन के लिए मैं गुलाम नहीं സിയോനിൽ ഞാൻ അന്യനല്ല. सियोन के लिए मैं परदेशी नहीं हूँ। സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവമേനിക്കധിപതിയേ, മരുവിലൻ ദൈവമേനിക്കധിപതിയേ. തരും അവൻ പുതുമന്ന അത് മതിയേ, തരും അവൻ പുതുമന്ന അത് മതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായ മധുരമാക്കി തീർക്കുമവൻ, മാറായ മധുരമാക്കി തീർക്കുമവൻ. പാറയെ പിളർന്നുതാകം പോക്കുമവൻ, പാറയെ പിളർന്നുതാകം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. പാട്ട് പാടുന്നത് എന്തുവാ? പാട്ട് പാടുന്നത് എന്തുവാ? हमने गीत में क्या गाया है? ഫറവോന് ഞാനിനി, फिरौन के लिए मैं अभी गुलाम नहीं। പക്ഷെ എവിടെ ഇരുന്നാ പാടുന്നത്? लेकिन हम कहाँ पर बैठ के गाते हैं? ഇരുന്നാ പാടുന്നത്. फिरौन के घर पे बैठ के ही गाते हैं। क्या वो हो सकता है? ഫറവോൻ അടിമയല്ലെന്ന് പാടണമെങ്കിൽ यदि फिरौन के गुलाम नहीं है ऐसे गाना है ചോരത്തളി तो ആചരിച്ച്, ചോരത്തളി
Sprinkling of the blood. आप लहू पर आश्रय रखे, പെസഹ കുഞ്ഞാടിനെ അറുത്ത് उस फसह के मेमना को കാലിന്മേലും काट കുറുമടി कर മേലും ആ രക്തം പുരട്ടി उस लहू के ऊपर आप अपने लहू अपने ऊपर ചെങ്കടൽ छिड़का കടന്ന് कर ചെങ്കടൽ കടന്ന് लाल समुद्र को पार അത് करके, മരുഭൂമിയിൽ വന്നെങ്കിൽ മാത്രമേ यदि आप मरुभूमि में നിനക്ക് आओगे तो ധൈര്യത്തോടെ ही പാടാൻ പറ്റത്തുള്ളൂ. तो ही आप हिम्मत से ഓ, कह सकते ഫറവോനു हो, ഞാൻ ഇനി മടിമേയല്ല. फिरौन के लिए मैं गुलाम नहीं, ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. ഓ ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. വേർപാട് ആചരിക്കാതെ अलगाईपन का यदि आप नहीं लोगे, ഹല്ലേലൂയ, ശത്രുവിന്റെ അവകാശവാദം നമ്മളിൽ നിന്ന് പോകത്തില്ല. शत्रु का जो अधिकार हमारे ऊपर से नहीं जाएगा, വേർപാടില്ലാതെ ശത്രുവിന്റെ അവകാശവാദം നമ്മളിൽ നിന്ന് പോകത്തില്ല. अलगाईपन के बिना शैतान का कोई भी अधिकार എന്തിനോടൊക്കെ जो हम में है വേർപാട് वो വേണം? नहीं जाएगा। എന്തിനോടൊക്കെ വേർപാട് വേണം? किस किस से अलगाव हमें होना है? പാപത്തോട് വേർപാട് വേണം, पाप से अलग होना है, ദുരുപദേശങ്ങളോട് വേർപാട് വേണം, दुरुपदेश से अलगाव होना है, വിഗ്രഹങ്ങളോട് വേർപെട്ടിരിപ്പീൻ. വേദോസം എന്താ പറയുന്നത്? मूर्ति पूजा से अलग हो ഈ जाइए। മൂന്ന് വേർപാട് ഇമ്പോർട്ടന്റ് കേട്ടോ. ये तीनों जो अलगाव है वो हमारे പാപത്തോട്, जरूरी है। पाप से അല്ലെങ്കിൽ ലോകത്തോട്, नहीं तो दुनिया से ഹല്ലേലൂയ, വേർപാട് വേണം. अलगाव होना है। ഫറവോൻ പറയും ഇവിടെ നിന്നു, फरोह ने कहा कि यहाँ पे रुक जा, മിസ്രൈമിന്റെ ഒരു സ്വത്തും നിനക്ക് വേണ്ട കേട്ടോ. मिस्राइम का कोई भी संपत्ति की जरूरत नहीं है तुझे, പുറത്ത് अब मैं बाहर आ जा। പിന്നെ എന്തിനോട് വേർപാട് വേണ്ടത്? फिर कुछ किससे अलग होना है? ദുരുപദേശങ്ങൾ, തെറ്റായ ഉപദേശങ്ങൾ. दुरुपदेश के साथ। അയ്യോ, ഈ കാലത്ത് എത്ര ദുരുപദേശങ്ങളാണെന്നറിയോ? इन दिनों में कितना दुरुपदेश है। ചിലർ പറയുന്നത് കുഴപ്പമില്ല പാസ്റ്റർ, നമ്മളെല്ലാം യേശുവിനല്ലേ വിളിക്കുന്നത്. कुछ लोग बोलते चलता है, हम सब यीशु को ही तो പിശാചിന്റെ बुलाते വലിയ हैं। തന്ത്രമാ കേട്ടോ. ये शैतान का एक तंत्र നിന്റെ है, നിത്യത നഷ്ടപ്പെടുത്താൻ വേണ്ടി പിശാചിന്റെ വലിയ തന്ത്രമാ. तुम्हारा अनंत जीवन को नष्ट करने के എന്തെങ്കിലും शैतान की चाल വിശ്വസിച്ചുകൊണ്ട് है സ്വർഗ്ഗത്തിൽ ये। പോകത്തില്ല. कुछ भी विश्वास करने से स्वर्ग में नहीं എന്തെങ്കിലും जाएगा, വിശ്വസിച്ചുകൊണ്ട് നിത്യതയ്ക്ക് അവകാശിയാകത്തില്ല. कुछ भी विश्वास करने से हम अवकाश नित्यता को വചനത്തിലുണ്ടോ अवकाश नहीं എന്ന് प्राप्त कर सकते। ശോധന ചെയ്ത് वचन में है या नहीं वो അതിനെ परख മുറുകെ कर പിടിച്ചോണം. उसको थाम लेना है। ഹല്ലേലൂയ. हालेलुया। പിന്നെ വിഗ്രഹങ്ങളോട് फिर मूर्ति पूजा से പാരമ്പര്യം. अपने पारंपरिक, ചിലർക്ക് ഭയങ്കര പാരമ്പര്യമാണ്. कुछ लोग कुछ पारंपरिक है। ഇവിടെ ഞങ്ങളുടെ അപ്പച്ചനപ്പച്ചന്മാരൊക്കെ ചെയ്തത് അതൊക്കെ തെറ്റാണെന്നാണ് പാസ്റ്റർ പറയുന്നത്. इसका मतलब क्या पास्टर ऐसा कह रहे हैं कि हमारे पूर्वजों ने जो किया वो गलत है? എന്നാണ് പാസ്റ്റർ പറയുന്നത്. क्या वो सब स्वर्ग में नहीं जाएंगे? കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, पीछे देर में एक जन ने मुझसे पूछा, പാസ്റ്ററെ, പിന്നെ പാസ്റ്റർ പറയുന്നത് സാധു കൊച്ചുഞ്ഞു ഉപദേശി സ്വർഗ്ഗത്തിൽ പോത്തില്ലെന്നാണ്. पास्टर आपका कहने का मतलब कि साधु को चुनी उपदेशी अदंता स्वर्ग में मैंने- नहीं जाएंगे, ऐसा അത് क्यों? കൊച്ചുഞ്ഞു ഉപദേശി സ്നാനപ്പെട്ടില്ലല്ലോ. कोचुनी उपदेशी ने तो बपतिस्मा नहीं लिया ഞാൻ था। പറഞ്ഞ പുതിയ തലമുറയ്ക്ക് അറിവില്ലാത്തത് കൊണ്ടാ. नहीं, पीढ़ी वो സാധു जानती കൊച്ചുഞ്ഞു नहीं है। ഉപദേശി സ്നാനപ്പെട്ടതായിരുന്നു കേട്ടോ. साधु कोचुनी उपदेशी का बपतिस्मा हुआ था। സ്നാനപ്പെട്ട ശേഷം बपतिस्मा के बाद അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. उनको वापस जाना पड़ा, കാരണം അദ്ദേഹത്തോട് പറഞ്ഞു ഇനിയും പള്ളിയുടെ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ അനുവാദം തരത്തില്ല സ്നാനപ്പെട്ടുകൊണ്ട്. क्योंकि उनसे ऐसा कहा गया कि अभी चर्चेस में आपको प्रचार അതുകൊണ്ട് करने नहीं തിരിച്ചു देंगे, പോകേണ്ടി വന്നു. इसके लिए वापस जाना पड़ा। എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? तो मुझसे ऐसा पूछा, പാസ്റ്റർ DGS ദിനകരൻ സ്വർഗ്ഗത്തിൽ പോത്തില്ലെന്നാണോ? पास्टर आपका कहने का मतलब कि DGS दिनकरन क्या स्वर्ग में नहीं जाएंगे? DGS ദിനകരനും സ്നാനപ്പെട്ടതാ. तो मैंने कहा कि उन्होंने भी बपतिस्मा लिया है, നമ്മുടെ കേരളത്തിൽ വെച്ചാ സ്നാനപ്പെട്ടത്. हमारे केरला में ही उनका बपतिस्मा हुआ था। IPC കാരനായിരുന്നു. IPC वाले थे वो, പിന്നെ അങ്ങ് തമിഴ്നാട്ടിൽ പോയപ്പോൾ പിന്നെയും CSI കാരനായി മാറി. फिर ഹല്ലേലൂയ. तमिलनाडु में जाकर वो CSI बन ഇതൊക്കെ गए। നമുക്ക് അറിയാവുന്ന കഥയാ. ये सब हम जानते പുതിയ हैं, തലമുറയ്ക്ക് അറിയത്തില്ലെന്നേ. नई पीढ़ी ये जानती ഞാൻ नहीं പിന്നെ है। പുതിയ തലമുറയാണെങ്കിലും പഴയ തലമുറയുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളത് ഈ കഥയെല്ലാം എനിക്കറിയാം. ഹല്ലേലൂയ. मुझे नई पीढ़ी और पुरानी पीढ़ी में कनेक्शन, इसके लिए मैं ये सब जानता അപ്പൊ हूँ। ആരൊക്കെങ്കിലും പിന്മാറിപ്പോയത് കൊണ്ട് यदि कोई भी पीछे मुड़ के जाने से, പിന്മാറിപ്പോയവന്റെ കൂട്ടുപിടിച്ച് നിൽക്കരുത് കേട്ടോ. पीछे मुड़ के जाने वाले के ഹല്ലേലൂയ. साथ में ना बने रहे। പിന്മാറിപ്പോയവര് പിന്മാറിപ്പോകട്ടെ. जो पीछे मुड़कर चले गए നിങ്ങൾ उनको പറയണം, जाने ഞാനോ दो। നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. मैं नाश की और पीछे मुड़ के जाने वालों के साथ नहीं, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. विश्वास के जीवन की रक्षा को प्राप्त ഈ करने ലോകത്തിൽ वालों പല के साथ കൂട്ടമുണ്ട് रहूंगा। കേട്ടോ. इस संसार में बहुत सारी झुंड ലാബാന്റെ है, കൂട്ടമാകരുത്. लाबान की झुंड ना
बने, ഹല്ലേലൂയ. യാക്കോബിന്റെ കൂട്ടമാകണം. याकूब की झुंड बने। യാക്കോബിന്റെ കൂട്ടം സ്പെഷ്യലാണ്. याकूब का झुंड खास है। എല്ലാരും കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे? യാക്കോബിന്റെ കൂട്ടം സ്പെഷ്യലാ. याकूब का जो झुंड है वो हालेलुया। स्पेशल है। हालेलुया। ലാബാൻ പാരമ്പര്യവാദിയാ. लाबान पारंपरिक था। ലാബാൻ പാരമ്പര്യം പറയുന്നവനാ. लाबान पारंपरिक लाबान परंपरा की बोले, बातें 12 करने ദിവസം वाला ഇവിടെ നിൽക്കട്ടെ. था। लाबान ने कहा कि 10 दिन रुक जा। ലാബാന്റെ പൊടി വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. लाबान के पास छोटे छोटे मूर्तियां थी। ഈ യാക്കോബിന്റെ കൂട്ടം ഓടിപ്പോയ കൂട്ടത്തിൽ ये याकूब का झुंड जब भाग रहा था, റേച്ചൽ എന്താ ചെയ്തെന്നറിയാം? राहेल ने क्या किया? ലാബാന്റെ ഒരു ഗ്രഹബിംബത്തെ അടിച്ചോണ്ട് പോയിരുന്നു. कि लाबान का एक मूर्ति को भी उसने उठा लिया। ലാബാന് ചില പൊടി പരിപാടികളൊക്കെ ഉണ്ട്. लाबान के छोटे छोटे ലാബാൻ ഉപദേശിയാണോ ആന്നു? ലാബാൻ ഉപദേശിയാണോ ആന്നു? लाबान क्या एक प्रचारक था, ലാബാൻ उपदेशक था कि ക്രിസ്ത്യാനിയാണോ नहीं? ആന്നു? लाबान क्रिस्टियानी है പക്ഷെ था, ലാബാൻ അത്യാവശ്യം വിഗ്രഹാരാധനയുണ്ട്. लेकिन लाबान में छोटी छोटी मूर्तियां थी। ലാബാനോട് ചോദിച്ചപ്പോൾ ഇതൊന്നും വിഗ്രഹമല്ല കേട്ടോ. लाबान से पूछा कि ये सब मूर्ति അവൻ नहीं है। ലാബാന്റെ മോള് റേച്ചലിനും അങ്ങനെ ഒരു പ്രശ്നം. അപ്പന്റെ വിഗ്രഹത്തെ പുള്ളിക്കാരി അടിച്ചോണ്ടിക്ക് तो പോയി. लाबान की बेटी राहेल को भी प्रॉब्लम था, वो भी अपने मूर्ति को വിഗ്രഹങ്ങളോട് लेकर आ गए। വേർപെടുവീൻ. मूर्ति पूजाओं से दूर हो जाओ, ലോകത്തോട് വേർപെടുവീൻ. दुनिया से अलग हो 3 जाओ। ദിവസത്തെ വഴി വെച്ചോണം കേട്ടോ. 3 दिन की दूरी बनाए നിന്റെ रखे। ആരാധനയിൽ അഗ്നി വെളിപ്പെടണമെങ്കിൽ, आराधना में यदि अग्नि प्रकट होना है तो, സ്വർഗ്ഗത്തിൽ നിന്നുള്ള തീ ഇറങ്ങണമെങ്കിൽ, स्वर्ग से यदि अग्नि उतरना है तो, കർമ്മേലിൽ ഏലിയാവ് എന്താ ചെയ്തത്? करमेल ने एलिया ने क्या किया? കർമ്മേലിൽ ഏലിയാവ് യാഗപീഠത്തെ പുതുക്കി പണിതു. करमेल में एलिया ने उस बलिपीठ को നിന്റെ नया बनाया। ആരാധനയിൽ സ്വർഗ്ഗം പ്രസാദിക്കണമെങ്കിൽ, यदि तुम्हारी आराधना में स्वर्ग പരിശുദ്ധാത്മ प्रसन्न होना പറയുന്നു, है तो पवित्र आत्मा നിന്റെ कहता ഇടിഞ്ഞ है യാഗപീഠത്തെ പുതുക്കി പണി. कि तेरा जो याग बलिपीठ है उसे എന്നെ नया കേൾക്കുന്ന बनाओ। ആരോടോ ദൈവാത്മ പറയുക, पवित्र आत्मा किसी से कुछ कह रहा പണ്ടെടുത്ത है। തീരുമാനത്തിലേക്ക് മടങ്ങി വരാൻ. आपका पुराना लिया हुआ निर्णय പുതിയ തീരുമാനമല്ല, नया निर्णय नहीं, പഴയ തീരുമാനം. पुराना निर्णय। യാക്കോബ് തന്റെ വഴിക്ക് പോയി. याकूब अपना रास्ता ले ഏത് लिया। വഴിക്ക്? कौन सा പണ്ടേ रास्ता? ദൈവം പറഞ്ഞ വഴിക്ക്. परमेश्वर ने पहले ही जो कह कर रखा था ഇപ്പൊ वो പറഞ്ഞതല്ല रास्ता। കേട്ടോ. अभी जो कहा वो പണ്ടേ नहीं, എടുത്ത തീരുമാനങ്ങളിലേക്ക് മടങ്ങി വാ. पहले ही लिया उस निर्णय में लौट कर आ ഓ, जाओ। ഇടിഞ്ഞ യാഗപീഠത്തെ പുതുക്കി പണി. अपनी बलिपीठ को नया बनाओ। കർമ്മേലിൽ ഏലിയാവ് യാഗപീഠത്തെ പുതുക്കി പണിതു. करमेल में एलिया ने उस बलिपीठ को नया എന്നിട്ട് എന്ത് बनाया। ചെയ്തു? फिर क्या किया? അറിയാമോ? क्या आप ആ യാഗപീഠത്തിന് ചുറ്റും ഒരു തോട് കുഴിച്ചു. उस बलिपीठ के चारों ओर एक नाला बनाया। ഒരു തോട് കുഴിച്ചു. एक नाला ഈ बनाया। അന്യായമൊക്കെ എന്തിനാ? ഇത്രയും മെനക്കെടേണ്ട കാര്യമുണ്ടോ? इतना क्यों मेहनत करना है? എന്നിട്ട് കുറച്ച് ബക്കറ്റ് കണക്കിന് വെള്ളം കൊണ്ട് ഒഴിക്കാൻ പറഞ്ഞു. और कहा कि बकेट में पानी भर कर डाल തോട് दो। വെള്ളം കൊണ്ട് നിറഞ്ഞു. और ये नाला पानी से भर गया। ഈ തോട് വെള്ളം. എന്നിട്ട് ഈ യാഗപീഠത്തിന്റെ മണ്ടയ്ക്ക് വെള്ളം ഒഴിച്ചു. और उसके ऊपर पानी डाल ആ दिया। വിറകെല്ലാം അങ്ങ് നനഞ്ഞു. और जो लकड़ी पूरा വിറകെല്ലാം അങ്ങ് നനഞ്ഞു. वो लकड़ी पूरा നനഞ്ഞ गीला हो, വിറക് കത്തുമോ പൊന്നു ദൈവമക്കളെ? गीला हुआ लकड़ी क्या जल सकता എന്റെ है? ഏലിയാവേ എന്തിനാ ഇത്ര പരാക്രമം? एलिया क्यों इतना मेहनत करना है? ഏലിയാവിന് പറയാനൊരു കാര്യമുണ്ട്. एलिया ने एक बात ഈ कहा, കർമ്മേലിലെ इस करमेल ഇതിന് में അപ്പുറത്തൊക്കെ വേറെ യാഗപീഠം പണിതിട്ടുണ്ട്. इसके आजू बाजू में दूसरा बलिपीठ भी बन അപ്പുറത്ത് चुका है। ബാലിന്റെയും അശേരയുടെയും യാഗപീഠമുണ്ട്. दूसरा बाल और अशेर का बलिपीठ ഞാൻ भी എന്റെ है। യാഗപീഠത്തിന് मैं मेरे बलि ഒരു के पीठ തോട് में കുഴിച്ച് एक नाला बनाकर വെള്ളമൊഴിച്ച് पानी ഒരു डालकर, വേർപാട് വെച്ചില്ലെങ്കിൽ मैंने यदि एक अलग नहीं रखा तो അപ്പുറത്തെ യാഗപീഠത്തിലെ തീ दूसरा जो बलिपीठ का अग्नि ഇങ്ങോട്ട് കേറാൻ इस സാധ്യതയുണ്ട്. बलिपीठ में भी आ सकता അതിന് है। വേദപുസ്തകം വിളിക്കുന്ന പേരാ इसके लिए वचन कहता है അന്യാഗ്നി. दूसरी अग्नि। ഹലോ, हालेलुया। വലിയ സബ്ജക്ട്. ഇന്ന് മുഴുവൻ പ്രസംഗിച്ചാൽ തീരത്തിൽ. അന്യാഗ്നി. ये बहुत बड़ी, मैं पूरा बोल खत्म नहीं कर सकता। അന്യാഗ്നി യാഗപീഠത്തിന്മേൽ കയറരുത്. बोले कि अन्य अग्नि हमारे यागपीठ में नहीं आना है। അന്യാഗ്നി കയറരുത്. अन्य अग्नि नहीं गिरना है। അഹ്റോന്റെ പുത്രന്മാരിൽ ചിലർ അന്യാഗ്നി കൊണ്ടുവന്നു. फिर उनके पुत्रों ने अन्य अग्नि को लेकर आया। നിങ്ങൾക്കറിയാമോ? क्या आप जानते हो? ഈ അഗ്നിക്ക് ഒരു വിശേഷതയുണ്ട്. ये अग्नि को एक खासियत है। ഈ സമാഗമന കൂടാരത്തിൽ ഉദ്ഘാടന ശുശ്രൂഷ നടന്നപ്പോൾ मेल मिलाप तंबू में जब सेवकाई हो रहा था തീപ്പെട്ടി ഉരച്ചിട്ട് കത്തിക്കുകയല്ലായിരുന്നു. तो वहाँ पे हारून मच्चिस जलाकर नहीं स्वर्गीय जला തീ ഇറങ്ങി रहा വന്നത്. था, स्वर्ग की अग्नि उतर आया था। Can somebody imagine that? क्या आप इसे कल्पना The कर fire सकते came हो? down from Amen. heaven. अग्नि स्वर्ग से उतर आया था। യാഗപീഠത്തിലെ അഗ്നി സ്വർഗീയ തീയാ. इस बलिपीठ की अग्नि स्वर्ग की अग्नि है। എന്നിട്ട് പറഞ്ഞു, और कहा ഈ തീ കെട്ടുപോകല്ലേ കേട്ടോ. ये തീ को अग्नि को ഈ തീ बुझाना नहीं കെട്ടുപോകല്ലേ. है। ये अग्नि बुझाना नहीं പുരോഹിതന്മാരെ है। നിങ്ങളുടെ ഉത്തരവാദിത്തമാ. पुरोहित लोग आपका ये तीखड़ा तो जिम्मेदारी है। सूसिക്കണം. ये अग्नि को बुझाना नहीं है। എന്നിട്ട് ഇവരെന്താ ചെയ്തതെന്ന് അറിയാമോ? उन्होंने
फिर क्या किया? ഈ തീ കെടാതെ സൂക്ഷിക്കും. ये തീ को ഇത് മനുഷ്യൻ കത്തിച്ച തീയല്ല. ये अग्नि को मनुष्य ഇത് नहीं जलाया സ്വർഗ്ഗം है. കത്തിച്ച തീയാ. ये अग्नि को स्वर्ग जलाया है. ഇത് അടുത്ത യാഗപീഠത്തിൽ കത്തിയ തീയല്ല. ये दूसरी बलिपीठ में जला ഇത് हुआ अग्नि സെക്യുലർ नहीं है. ഫീൽഡിൽ കത്തിയ തീയല്ല. ये सेक्युलर फील्ड में जला हुआ വർഷിപ്പ് अग्नि ലീഡ് नहीं ചെയ്യുന്ന है. കുഞ്ഞുങ്ങളെ, वर्शिप लीड करने നിങ്ങൾ वाले बच्चे ശ്രദ്ധിക്കേണ്ട लोगों, ഒരു കാര്യം, आपको जो ध्यान देना ലോകത്തിൽ है, കത്തുന്ന തീ നമ്മുടെ അകത്ത് കേറരുത്. दुनिया में जलने वाली अग्नि हमारे बीच में ना घुसने കേറി पाए. കഴിഞ്ഞാൽ यदि आ गया तो ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ओरिजिनल कौन सा है, डुप्लीकेट कौन सा है, वो समझ नहीं सकेंगे. ലോകം ഓടുന്ന വഴിക്ക് നമുക്ക് ഓടണ്ട കേട്ടോ. दुनिया जहां से भागती है നമുക്ക് उसके बीच में സ്വർഗീയ जाने തീ की മതി. जरूरत नहीं है. हमें നമുക്ക് स्वर्ग अग्नि അന്യ की അഗ്നി जरूरत കത്തിക്കണ്ട. है. हमें दूसरी अग्नि ഇന്ന് नहीं അനേക चाहिए. സഭകളിൽ आज अनेक कलीसियाओं അന്യ में അഗ്നി കത്തിച്ചോണ്ടിരിക്കുക. एक अन्य अग्नि There is no चल रही presence है. of Holy Spirit. पवित्र आत्मा की उपस्थिति പക്ഷേ नहीं है. എന്റർടൈൻമെന്റ് ഉണ്ട്. लेकिन यहाँ पर क्या है? മനോഹരമായ അന്യഭാഷയുണ്ട്. मनोहर अन्य भाषा है. അന്യ അഗ്നി കത്തിക്കൊണ്ടിരിക്കുക. अन्य अग्नि जल The रही Spirit है. of God is not moving there. पवित्र आत्मा नहीं चल रही है. Hallelujah. हालेलुया. ഇത് ലാബാന്റെ തീയാ കേട്ടോ. ये लाबान की अग्नि है. ലാബാന്റെ ഗ്രഹബിംബങ്ങളെ മോട്ടിച്ചോണ്ട് വന്ന അവസ്ഥയാ. लाबान की जो मूर्तियों को लेकर आएंगे तो ऐसी अवस्था होगी. ഏലിയാവ് എന്ത് ചെയ്തു? एलिया ने क्या किया? ഏലിയാവ് ഒരു തോട് കുഴിച്ചു, एलिया ने एक नाला बनाया, വെള്ളം ഒഴിച്ചു. पानी डाला. വെള്ളം വചനത്തെ കാണിക്കുന്നതാ. पानी वचन को दर्शाता है. വെള്ളത്താലും ആത്മാവിലാലും ജനിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? पानी से और वचन से जन्म होना है, उसका मतलब വീണ്ടും ജനനം എങ്ങനെ സംഭവിക്കുന്നത്? ईश्वर ने क्या कहा? पुनर्जन्म कैसा होता है? पानी से, आत्मा से. വചനത്തെ കാണിക്കുന്നത്. पानी वचन को दर्शाता है. വെള്ളം വചനത്തെ കാണിക്കുന്നു. पानी वचन को दर्शाता है. വചനം പ്രസംഗിക്കുമ്പോൾ जब परमेश्वर की वचन की सेवकाई किया जाता है വചനമാകുന്ന ബീജം അകത്ത് കയറും. तो वचन जो बीज हमारे अंदर आ जाती है, ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യും. पवित्र आत्मा काम करने ഒരു लगती है പുതുജനനം അകത്തുണ്ടാകും. और एक नया जन्म अंदर അതിനാ होता ബോൺ है. അഗൈൻ എക്സ്പീരിയൻസ് എന്ന് उसे പറയുന്നത്. कहते हैं कि उद्धार पाने का. വചനമാണ് വെള്ളം കേട്ടോ. वचन को, पानी को, വചനം കൊണ്ടൊരു വേർപാട് വേണം. एक वचन से एक ഒരു अलगाईपन को സെപ്പറേഷൻ रखना है. എങ്ങനെയാണ്? एक अलग रहना. പറഞ്ഞിട്ട് कैसे? വചനം കൊണ്ട്. बोलिए वचन से. ദൈവമക്കളെ വചനപ്രകാരം ഒരു വേർപാട് വേണം. एक वचन से हमें अलग रहना വചനം है. എന്തിനെയൊക്കെ എതിർക്കുന്നുവോ वचन किस चीज को विरोध करता അതെല്ലാം है, നമുക്ക് നിഷിദ്ധമാ. वो सब हमारे लिए भी विरुद्ध है. വചനം എന്തിനെയൊക്കെ ഓക്കെ ചെയ്തിട്ടുണ്ടോ वचन किसकी चीजों को हाँ बोलता അതൊക്കെ है, നമ്മൾ സ്വീകരിക്കും. वो हमें स्वीकार करना ആരാധന है. എങ്ങനെയും പോരാ. आराधना कैसे भी करने से ആരാധന मतलब नहीं. വചനപ്രകാരം. आराधना वचन के हिसाब से ആരാധന होने पाए. സത്യത്തിൽ. आराधना सच्चाई में. ശമരിയാക്കാരത്തി സ്ത്രീയോട് യേശു കർത്താവ് പറയുക, वो शामरी स्त्री से यीशु ने कहा, ആരാധനയെ കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. आराधना के बारे में बड़ी चर्चा हो रही है. വെള്ളത്തിൽ തുടങ്ങിയ സംഭാഷണം पानी से शुरुआत किया हुआ संभाषण ആരാധനയിൽ എത്തി നിൽക്കുകയാണ്. आराधना तक आकर पहुंचा വെള്ളത്തിലാ है. സംഭാഷണം തുടങ്ങിയത്. पानी में शुरुआत ഏത് किया था വെള്ളത്തിൽ? संभाषण. कौन सा पानी? ഏത് വെള്ളത്തിൽ? कौन सा पानी? ജീവന്റെ ജലത്തെ കുറിച്ച്. जीवन के जल के അവൾ बारे പറഞ്ഞു എനിക്ക് में. ജീവന്റെ ജലം വേണം. इसके लिए उसने कहा मुझे യേശു जीवन का जल വ്യവസ്ഥ പറഞ്ഞു. चाहिए. यीशु ने व्यवस्था ജീവന്റെ ജലം कहा. വേണമെങ്കിൽ जीवन का जल यदि चाहिए ആത്മാവിലുള്ള तो ആരാധന വേണമെങ്കിൽ आत्मा की आराधना चाहिए ആത്മിക तो എൻകൗണ്ടർ വേണമെങ്കിൽ आत्मिक मूड भेद ആത്മനിറവ് चाहिए വേണമെങ്കിൽ तो आत्मा की परिपूर्णता ആദ്യം चाहिए ചെയ്യേണ്ടത് तो जो पहली करना है, എന്താണെന്നറിയാമോ? क्या करना है? നിന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകണം. आपके पाप का एक परिहार पर. ശമരിയാക്കാരത്തി സ്ത്രീയോട് എന്തോ യേശു ആദ്യം പറഞ്ഞത്? शामरी स्त्री से यीशु ने क्या നിന്റെ कहा? പാപത്തിന് പരിഹാരം ഉണ്ടാകണം. तेरे पाप में ഫസ്റ്റ് पश्चाताप होना സ്റ്റെപ്പ് है. അതാണ് കേട്ടോ. पहला स्टेप वो है. പിന്നെ फिर ആ കോൺവെർസേഷൻ എവിടെ എത്തി നിൽക്കുകയാണ്? वो संभाषण अभी कहाँ आराधना. पहुंचा है? आराधना में. യേശു പറഞ്ഞു. यीशु ने कहा, അല്ല ഈ സ്ത്രീ പറഞ്ഞു, स्त्री ने कहा, ഞങ്ങളുടെ അപ്പച്ചന്മാര് പറയുന്നു मेरे पूर्व पिता लोग ऐसा कहते ഈ हैं, മലയിലാണ് ആരാധിക്കേണ്ടത്. इस पहाड़ पे आराधना करना നിങ്ങൾ है. പറയുന്നു तुम कहते हो ജെറുസലേമിലാണ് ആരാധിക്കേണ്ടത്. ജെറുസലേം में आराधना ഏത് करना है. മലയിലാണ് ആരാധിക്കേണ്ടത്? कौन सी पहाड़ में आराधना യേശുവിന്റെ करना മറുപടി है? यीशु ने ആ उत्तर दिया, മലയിലുമല്ല, ना इस ഈ पहाड़ में, മലയിലുമല്ല, ना इस पहाड़ पे, ജെറുസലേമിലുമല്ല, ना ही जेरूशलेम में. സത്യനമസ്കാരികൾ सत्य आराधक പിതാവിനെ पिता को ആത്മാവിലും आत्मा में സത്യത്തിലും और ആരാധിക്കുന്നു. सच्चाई में आराधना किया जाता है. True worshippers. एक सच्चा Be आराधक, true worshippers. एक अच्छी Be आराधक, true worshippers. अच्छे आराधक We बने. do not want to become fake हमें worshippers. झूठे आराधक नहीं ഇന്നത്തെ बनना കാലത്ത് है. fake worshippers ഒത്തിരിയുണ്ട് അല്ലേ? आज झूठे आराधक लोग बहुत हैं. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞത്, we do not want to fake something.
मैंने हमेशा जो ഞാൻ എപ്പോഴും We പറഞ്ഞത് want to experience the original thing. हमें किसी बात നമുക്ക് को ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവ് വേണ്ട, हमें डुप्लीकेट നമുക്ക് അന്യാഗ്നി വേണ്ട, നമുക്ക് ഫേക്ക് ആരാധന വേണ്ട. നമുക്ക് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലർ അനുഭവിച്ചത് അത് മതിയെന്ന്. जो पहली सदी में अपोस्तल आराधना किया वही आराधना हमें चाहिए. അത് കത്തണമെങ്കിൽ, यदि वो अग्नि ആ जलना है तो സ്വർഗീയ തീ കത്തണമെങ്കിൽ, वो स्वर्गीय अग्नि जलना है तो വചനപ്രകാരം വേർപാടുണ്ടെങ്കിലേ കത്തത്തുള്ളൂ. वचन के हिसाब से आपका जीवन अलग സത്യത്തിൽ, रहेगा तो ही होगा. സത്യത്തിൽ, सच में, സത്യം എന്ന് പറഞ്ഞാൽ എന്താ? सच्चाई में मतलब സത്യം क्या है? വചനമാകട്ടോ. सच्चाई वचन है. സത്യമാണ് വചനം. सच्चाई वचन വചനമാണ് है. യേശു. वचन यीशु है. യേശുവാണ് വചനം. യേശു വചനം है. യേശുവാണ് സത്യം. यीशु ही അത് सत्य है. സത്യത്തിൽ ആരാധിക്കണമെന്ന്. यदि सच्चाई में വചനമാകുന്ന आराधना യേശുവിൽ, वचन रूपी യേശുവിന്റെ यीशु, വചനത്തിൽ यदि यीशु के वचन ഉറച്ചു में നിന്നുകൊണ്ട് ആരാധിക്കണമെന്ന്. यदि आप खड़े होकर आराधना करोगे तो അപ്പോൾ വചനപ്രകാരമല്ലാത്ത പാരമ്പര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ वचन के विरुद्ध में जहाँ पर भी होता है അവിടെ കത്തുന്ന തീ वहाँ पर जलने वाली अग्नि ഈ വേദപുസ്തകത്തിലെ യേശുവിന്റെ തീ അല്ല. इस वचन में जो यीशु है उसकी यीशु का अग्नि नहीं അത് है. അടുത്ത ഏതെങ്കിലും ബലിപീഠത്തിൽ നിന്ന് ഇങ്ങോട്ട് കേറി കത്തി. वो आजू बाजू किसी से अग्नि यहाँ पर आया है. അന്യാഗ്നിയാ. एक अन्य अग्नि है. എലിയാവിനോട് പറഞ്ഞു തോട് കുഴിക്ക്, एलिया से कहा कि तू വെള്ളമൊഴിക്ക്. नाला बना और पानी डाल. നനഞ്ഞ വിറക് കത്തുമോ? क्या भी पानी जलेगा? നനഞ്ഞ വിറക് കത്തുമോ? क्या गीला हुआ लकड़ी വെള്ളം കൊണ്ട് जलेगा? നനഞ്ഞ വിറക് കത്തത്തില്ല. क्या पानी से जला हुआ പക്ഷെ लकड़ी വചനം കൊണ്ട് जलेगा? നനഞ്ഞ വിറക് കത്തുമെന്ന്. लेकिन वचन से गीला हुआ लकड़ी जलेगा. നീ നനഞ്ഞത് यदि तू जो गीला വചനത്തിലെ हुआ, ജലസ്നാനത്താലാണെങ്കിൽ, यदि पानी के जल से ഓ बपतिस्मा എങ്ങനെയുള്ള से हुआ है, സ്നാനം? किस प्रकार की വിളിച്ചു बपतिस्मा? പറഞ്ഞട്ടെ, അവൻ അവളെ उसने उसको വചനത്തോടുകൂടിയ वचन से ജലസ്നാനത്താൽ पानी का बपतिस्मा കറയും से വാട്ടവും ചുളുക്കവും ഇല്ലാത്ത മണവാട്ടിയാക്കി മാറ്റി. थोड़ा भी पाप के बिना एक दुल्हन बना दिया. വചനം കൊണ്ട് നനഞ്ഞ ദൈവ പൈതലേ, वचन से गीला हुआ परमेश्वर के साथ വചനത്താൽ नालो. ജലസ്നാനമേറ്റ ദൈവ പൈതലേ, वचन से बपतिस्मा लिए हुए കറയും परमेश्वर के വാട്ടവും बच्चों, ചുളുക്കവും ഒക്കെ മാറി पाप सब कुछ दूर होके നീ കത്താൻ പോകുക. आप जलने वाले हो. എങ്ങനെ കത്താൻ പോകുക? कैसे जलने തേജസ്സാർന്ന മണവാട്ടിയായി. उस महिमा A radiant church. Hallelujah. You're going to become a radiant church. आप एक प्रकाशमान ശോഭ, कलीसिया बनने वाले हो. ശോഭയാർന്ന, തേജസ്സാർന്ന, कलीसिया एक शोभामय, കരങ്ങളെ एक ശക്തമായി महिमा അടിച്ച്, से भरा हुआ कलीसिया കരങ്ങളെ बनने वाला ശക്തമായി है. അടിച്ച്, हाथ ताली बजाओ. കരങ്ങളെ ശക്തമായി അടിച്ച്, അമലലം ശൽഖമന, വചനം കൊണ്ട് നനഞ്ഞിട്ടുണ്ടെങ്കിൽ, यदि आप पानी से गीला हुए വചനം हो കൊണ്ട് നനഞ്ഞതൊക്കെ ശോഭിച്ചിട്ടുണ്ട് കേട്ടോ. तो पानी से जो गीला हुआ है वो शोभामय हुआ है. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചട്ടെ, സ്തുതിച്ചട്ടെ. അപ്പാ മൽക്കേലകൾ ശഖമന ഹർദമന രഗദലഗദഗർ ശാന്തദേ. വിക്ടറി, 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 വിക്ടറി. ഓ ജയം, 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 ജയം. ആത്മാവിൽ, ആത്മാവിൽ, ആത്മാവിൽ. आत्मा में आराधना करे. സത്യത്തിൽ ആരാധന, ആത്മാവിൽ ആരാധന. ആരാധന മാശകിനെ രംദന രഗദല ചുബന രഗദൽ കടഗർ ശാന്തദേ. എൽതാമൽ കമന രഗദല കടഗർ ശാന്തദേ. ആത്മാവിൽ ആരാധിച്ചട്ടെ. അന്യാഗ്നിയല്ല, അന്യാഗ്നിയല്ല, വചനത്താലുള്ളത്, वचन से സത്യത്തിലുള്ളത്, सच्चाई का, ആത്മാവിലുള്ളത്, आत्मा में പാപം ക്ഷമിക്കപ്പെട്ടവരുടെ മേൽ പകരുന്ന जिसको पाप പുതിയ क्षमा നിയമ, किया गया, उसके പുതിയ ऊपर നിയമ, ആത്മാവ്. उतरने वाला एक नया नियम की आत्मा. Hallelujah, 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 hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Heltama shakamana ramthene, jubal talalaga shakene, handamana ram shalkamana, hadal pam shalkamana. Oh, victory in the name of Jesus. Hallelujah. ഈ ദേശത്ത് इस देश में നീ വന്നപ്പോൾ जब तुम आए थे നീ അല്പമേ ഉള്ളായിരുന്നു. तो थोड़ा ही था, എന്നാൽ വാഗ്ദത്തമുള്ളവനൊരു വർധനവുണ്ട് കേട്ടോ. लेकिन जिसके ऊपर वादा है उसके ऊपर एक बढ़ोतरी भी है. വേർപാടുള്ളവനൊരു വർധനവുണ്ട്. जिसके ऊपर अलगाई है उसके ऊपर एक बढ़ोतरी भी है. ലാബാന്റെ ആട്ടിൻകൂട്ടവും लाबान की भेड़ों की നിന്റെ झुंड ആട്ടിൻകൂട്ടവും തമ്മിൽ और तुम्हारी भेड़ों की ഒരു झुंड 3 में ദിവസത്തെ വഴി ദൂരം നീ വെച്ചാൽ 3 दिन की यात्रा की दूरी ആത്മാവിൽ बनाए ഞാനൊരു रखे ദൂത് तो വിളിച്ചു പറയാൻ പോവുകയാ. आत्मा में वाणी നിന്റെ कहता हूं, ആട്ടിൻകൂട്ടം വളരുന്നത് നീ കാണും. तो तुम्हारी भेड़ की झुंड को बढ़ते हुए അതാണ് तुम ചരിത്രം देखोगे. കേട്ടോ. वही है
चरित्र എന്താ ചരിത്രം എന്നറിയാമോ? चरित्र में क्या है? ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം പറയുന്നു. उत्पत्ति 31 में कहता है ഹല്ലേലൂയ. 30 അധ്യായം 31 അധ്യായം ഓടിച്ച് ഞാൻ അങ്ങ് പറയുക. 30 और 31 अध्याय को मैं जल्दी से ലാബാന്റെ कहता हूँ. യാക്കോബിന്റെ ആട്ടിൻകൂട്ടത്തെ രണ്ടാക്കി. लाबान की झुंड को और याकूब की झुंड को अलग എന്നിട്ട് किया യാക്കോബിനോട് പറഞ്ഞു, और याकूब से कहा, അല്ല യാക്കോബ് പറഞ്ഞു, याकूब ने कहा, എന്താ പറഞ്ഞെന്നറിയാമോ? क्या कहा? ഹല്ലേലൂയ. ഒരു വ്യവസ്ഥ ചെയ്യാം. एक वाचा रखेंगे, ഞാൻ ഇനി നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാം. मैं तेरी भेड़ बकरी को चराऊंगा. ആ കൂട്ടത്തിലൂടെ കടന്നു ചെന്ന് लेकिन झुंड वालों പുള്ളിയും जाकर മറുകുമുള്ള ആടുകളെയൊക്കെയും जिसके भी धार वाले भेड़े थी, ചെമ്മരി ആടുകളിൽ കറുത്തതിനെ കോലാടുകളിൽ പുള്ളിയും മറുകുമുള്ളതിനെ വേർതിരിക്കാം. അവ എന്റേതാകട്ടെ. सब धारी वाले और चितक भरी बकरों को अलग अलग करे और वो मेरी होने पाए. ലാവാൻ ബുദ്ധിമാനാന്ന് लाबान बुद्धि वाला है. കൂട്ടത്തെ ഒന്ന് നോക്കിയപ്പോൾ लाबान ने जब भेड़ बकरियों को देखा നല്ല വെണ്മയുള്ളത് പുള്ളി മറുകുള്ളത് കുറവാകട്ടോ. तो सब सफेद थी और ये जो धारी वाले चित्ती वाले कम थे. ലാഭം മനസ്സിൽ ചിരിച്ചു. लाबान ने मन में सोचा 20 വർഷമായിട്ട് ഇവൻ എന്നെ മനസ്സിലായില്ല. कि 20 साल तक क्या वो मुझे समझ नहीं पाया क्या? മണ്ടൻ. बेवकूफ. ഇവൻ ചോദിക്കേണ്ടത് തിരിച്ചായിരുന്നല്ലേ? वो उल्टा पूछना चाहिए था. ഈ ചോദിക്കുന്നത് तू जो पूछता है, വേർപെട്ട ശേഷമാണ്. आमीन, यदि अलग के बाद में पूछ ലോകത്തോട് रहा है, വേർപെട്ടവനാണെങ്കിൽ दुनिया से अलग होने के बाद आप मांगते നിനക്ക് हो, തന്ന അല്പം വർദ്ധിക്കാൻ പോകുക. तुझे मिला हुआ जो आत्मा में थोड़ा सा receive ചെയ്തോ, बढ़ोतरी receive होने ചെയ്തോ. वाला. आमीन, रिसीव करे आत्मा में. അബ്രഹാം പറഞ്ഞു, अब्राहम ने कहा, നീ കിഴക്കോട്ടേക്ക് ഞാൻ പടിഞ്ഞാറോട്ട്. यदि तू दाएं तो मैं बाएं. ലോത്ത് വട്ടം നോക്കി लूत ने चारों സോദോം ओर ഗോമോറ देखा, ദേശം തെരഞ്ഞെടുത്തു. सोदोम और गमोरा चुन लिया. പച്ചപ്പുള്ള ദേശം, हरी भरी देश, മനോഹരമായ ദേശം, मनोहर देश, ഫലഭൂയിഷ്ടമായ ദേശം. फलों से भरा हुआ देश. അബ്രഹാം തിരിഞ്ഞു നോക്കി अब्राहम ने मुड़कर സോദോം देखा, ഗോമോറയുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക്. सोदोम गुमोरा के ऑपोजिट डायरेक्शन में देखा. എന്താ കണ്ടെന്നറിയാമോ? क्या देखा उसने? അയ്യോ, ഊഷര മരുഭൂമി. पूरी मरुस्थल. തീരുമാനം മണ്ടത്തരമായി പോയോ? क्या निर्णय गलत हुआ? അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, अब्राहम को बुलाकर അബ്രഹാമേ, परमेश्वर ने कहा, हे നീ अब्राहम, തല പൊക്കി നോക്ക്. तू अपना सर उठा कर देख. തല പൊക്കി നോക്കാൻ എന്താ പറഞ്ഞത്? सर उठा कर देखने क्यों बोला? ആ തല കുനിച്ചു നിൽക്കുക. आमीन. अब्राहम अभी सर झुका के खड़ा है. എനിക്ക് മനസ്സിൽ അങ്ങോട്ട് നോക്കാൻ. अब्राहम ने कहा, ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലായി ഊഷര ഭൂമിയാ കിട്ടിയേക്കുന്നത്. जब उसने देखा तो समझा कि बंजर भूमि मिली है. തല കുനിഞ്ഞു. वो सर झुक गया സ്വർഗ്ഗം വിളിച്ചിട്ട് പറയുക, और स्वर्ग ने पुकार कर ലോകം कहा, തെരഞ്ഞെടുത്തതിന്റെ ഓപ്പോസിറ്റ് തെരഞ്ഞെടുത്ത ദൈവ പൈതലെ നിന്നെ നോക്കി ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം വിളിച്ചു പറയുക. दुनिया चुनने वाले के विरुद्ध में चुना हुआ परमेश्वर के बच्चों पर पवित्र आत्मा इस प्रकार से कहता है, പാരമ്പര്യത്തെ വിട്ടറിഞ്ഞ പെന്തക്കോസ്തുകാരാ നിന്നെ നോക്കി പരിശുദ്ധാത്മ വിളിച്ചു പറയുക. परंपरा को छोड़कर निकला हुआ पेंतकोस्त ഫറവോനെ വിട്ടറിഞ്ഞ പെന്തക്കോസ്തുകാരാ, ഓ ചെങ്കടൽ കടന്ന പെന്തക്കോസ്തുകാരാ നിന്നെ നോക്കി സ്വർഗ്ഗം വിളിച്ചു പറയുക. फिरौन को छोड़कर निकला हुआ परमेश्वर के संतानों, जो लाल समुद्र को पार किया हुआ बच्चों, पवित्र आत्मा आपसे कहता है, പാപത്തെ വിട്ടവനെ, पाप को छोड़ा हुआ, ദുരുപദേശത്തെ വിട്ടവനെ, दुरुपदेश को छोड़ा हुआ, ഹല്ലേലൂയ, അശുദ്ധിയെയും വിഗ്രഹാരാധനയും വിട്ടവനെ, अशुद्ध और पूज्य मूर्ति നിന്നെ पूजा को നോക്കി സ്വർഗ്ഗം छोड़कर പറയുക. निकला हुआ व्यक्ति आपसे നീ परमेश्वर തലപൊക്കി कहता നോക്ക്. है, तू सर उठा നീ कर തലപൊക്കി देख, നോക്ക്. तू सर उठा कर നിനക്കുള്ള देख, അല്പം വർദ്ധിക്കാൻ പോകുക. तेरा जो छोटा था वो बड़ा നീ होने തലപൊക്കി वाला നോക്ക്. है. तू सर उठा कर നീ കണ്ട ഈ देख, മരുഭൂമി ഉണ്ടല്ലോ, तेरे सामने जो ये ഈ मरुस्थल കണ്ട भूमि മരുഭൂമി है, ഉണ്ടല്ലോ, ये बंजर भूमि, അതിനെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുക. उसको मैं आशीष നിന്റെ करूंगा. ഉള്ള കാൽ വെക്കുന്ന നിലമൊക്കെയും, शेखर, तू जहाँ पर कदम रखेगा वो स्थान, നീ കാൽ മതിക്കുന്ന तू ദേശമൊക്കെയും जहाँ पर कदम रखेगा वो स्थान അത്ഭുതമാകാൻ പോകുക. अद्भुत बनने वाला है, മിറക്കിളാകാൻ പോകുക. एक मिरेकल होने वाला है. और रबा शेखर, നൂറ്റാണ്ടുകൾ മാറിയപ്പോൾ हजारों जब पीढ़ियां चली गई, ഇന്ന് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? आज हम क्या देखते हैं? ലോത്ത് തെരഞ്ഞെടുത്ത സോദോം ഗോമോറ लूत ने चुना हुआ सदोम और गमोरा ഭൂമിയുടെ മുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് भूमि के ऊपर निशाना लगाया है. എന്തുവാ? क्या है? ചാവുകടൽ, मृत्यु, Dead Sea. एक मृत्यु ഒരു का समुद्र. പച്ചപ്പുമില്ലാതെ കത്തി ചാമ്പലായി പോയി കേട്ടോ. थोड़ी भी हरियाली रही नहीं, पूरा जलकर नाश हो गया. ഹല്ലേലൂയ. हालेलुया. അബ്രഹാം തെരഞ്ഞെടുത്ത മരുഭൂമി अब्राहम ने चुना हुआ वो मरुस्थल भूमि ഇന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് आज निशाना किस प्रकार से ലോകത്തിലെ लगाया है. ഏറ്റവും കൂടുതൽ പച്ചക്കറി ഓർക്കിഡും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഇസ്രായേൽ എന്ന് आमेन, പറയുന്ന हालेलुया. രാഷ്ട്രം. दुनिया में सबसे ज्यादा फलवंत होने वाला देश इस्राएल कहा ഒരു गया. പുസ്തകത്തിന്റെ പേരുണ്ട്, एक पुस्तक में ऐसा नाम है, മലർവാടിയായി തീർന്ന മരുഭൂമി. बगीचा बना हुआ एक मरुस्थल. ഇസ്രായേലിന്റെ ചരിത്രമാണ് കേട്ടോ. इस्राएल का പണ്ട് चरित्र है वो. മരുഭൂമിയാ. पहले मरुभूमि था. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡ്
പുഷ്പങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇസ്രായേൽ. आज एक मैक्सिमम एक्सपोर्ट करने वाले ऑर्किड जो है वो അബ്രഹാമിന്റെ കാലടി यरूशलेम है. പതിഞ്ഞ മണ്ണാകട്ടോ. आमेन. अब्राहम का മക്കളെ कदम रखा हुआ स्थान. വേർപെട്ടവനാണെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവനാണെങ്കിൽ यदि आप विशुद्धि के लिए खड़े रहने വിടാൻ तैयार हैं, പറഞ്ഞതിനെ വിട്ടിട്ടാ നീ यदि നിൽക്കുന്നതെങ്കിൽ, छोड़ने के कहा हुए छोड़ कर खड़े കോംപ്രമൈസ് हो तो, ചെയ്യാത്ത ആത്മിക ജീവിതമുണ്ടെങ്കിൽ यदि आप समझौता നിന്റെ नहीं करने ഉള്ളങ്കാൽ वाला ചവിട്ടുന്നിടം जीवन है അനുഗ്രഹിക്കപ്പെടാൻ तो, आप പോകുക. जहाँ पर कदम रखोगे वो आशीष നിന്റെ होने കൈ वाला है. തൊടുന്നത് ജോസഫേ यूसुफ, നീ വിശുദ്ധനാണെങ്കിൽ यदि तू पवित्र बना നിന്റെ കൈ रहेगा, തൊടുന്നത് तू അനുഗ്രഹിക്കപ്പെടും. जहाँ पे छुएगा वो കാരണം आशीष നിനക്കറിയാം होगा. ആരെ തൊടണം ആരെ തൊടരുത്. ഇത് നിനക്കറിയാമെന്ന്. क्योंकि तू जानता है कि तुझे किसे Hey! छूना है और किसे नहीं छूना തൊടരുതാത്തതിനെ है. തൊടാത്ത വിശുദ്ധ. और തൊടരുതാത്തതിനെ തൊടാത്ത വിശുദ്ധ. जिसे नहीं छूना चाहिए उसे नहीं छूने वाला ജോസഫേ पवित्र. हे यूसुफ, നിന്റെ കൈ തൊടുന്നത് അനുഗ്രഹിക്കപ്പെടും. तू जो छुएगा वो आशीष होगा. കാണുന്നതെല്ലാത്തെയും തൊടുന്ന വ്യക്തിയാ Amen. നീയെങ്കിൽ जो दिखता है Oh! सब कुछ को छूने वाला व्यक्ति है तो വേണ്ടത് മക്കളെ ഹമാഷക. और रबाश കുഞ്ഞുങ്ങളെ വേണ്ട കേട്ടോ. प्रियो नहीं, പാപത്തെ വിട്ടോട്. पाप से നീ छोड़कर ഒരു भागो, അത്ഭുതമാകുമെന്ന്. तू अद्भुत बनेगा. ഹമല ലം ശഖേന എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. सब लोग ഒരു प्रार्थना करें. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വലിയ വിളി. एक पवित्रताई Young के people बहुत come बड़ी out for बुलाहट. holiness. और रबाशी Young नौजवानों, people, आप एक पवित्रताई के लिए We want to अपने आप we want to be the रबाश. true worshippers. हम एक अच्छी We आराधक do not बनना want to be है. the fake हमें worshippers. झूठे आराधक We नहीं do not बनना want to है. pretend that we are spiritual. हमें झूठे आराधक नहीं We do बनना not है. want to pretend that we are spiritual. हमें दिखाना नहीं है कि हम आत्मिक लोग हैं. Hey, hallelujah. ലാബാൻ മനസ്സിൽ സന്തോഷിച്ചു. लाबान मन में आनंदित हुआ. ലാബാൻ പറഞ്ഞു लाबान ने कहा ഒരു മണ്ടനാ. वो बेवकूफ है കാരണം പുള്ളി മറുകൊള്ളൊക്കെ കുറച്ചാകട്ടോ. क्योंकि याकूब ने जो चुना है वो ലാബാൻ झुंड कम है. സന്തോഷത്തോടെ വേർതിരിച്ച് അങ്ങ് മാറ്റി. लाबान खुशी के साथ अलग करके एक अलग कर दिया. Hallelujah. Hallelujah. സന്തോഷത്തോടെ വേർതിരിച്ച് മാറ്റി. खुशी के साथ उसे अलग कर दिया. ഏതാണ് പുള്ളിയും മറുകൊള്ളത് അല്ലേ? कैसे ഞാൻ वाला था? യാക്കോബിനോട് യാക്കോബ് നീ എന്തിനാ ഈ പുള്ളിയും മറുകൊള്ളതിനെ തിരഞ്ഞെടുത്തത്? मैंने याकूब से पूछा कि जिसमें निशाना है उसे तू क्यों चुन ഞാൻ ഇത് लिया. രാവിലെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതെന്താ ഈ പുള്ളിയും മറുകൊള്ളതിനെ തിരഞ്ഞെടുത്തത്? मैंने परमेश्वर से पूछा कि उसने ऐसा जिसमें നല്ല വെണ്മയുള്ളതിനല്ലേ പന്തക്കോസുകാരന്റെ ഗോശാലയിൽ കാണണ്ട, ആടുശാലയിൽ കാണേണ്ടത് അല്ലേ? ये सफेद वाला याकूब क्यों नहीं चुना. ഇത് എന്റെ വേദപുസ്തകം വ്യാഖ്യാന കോപ്പടിക്ക് ബുദ്ധിക്ക് നിരക്കുന്നതല്ല. ഇതെന്താ കർത്താവ് ഉൾട്ടാ തിരഞ്ഞെടുത്തത്? इसने क्यों उल्टा चुन लिया. ഞാൻ രാവിലെ ഇത് ചോദിച്ചപ്പോൾ जब मैंने सुबह पूछा ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, तो पवित्र आत्मा ने मुझसे कहा യാക്കോബിന്റെ സഭ വൈവിധ്യങ്ങളുള്ള സഭയാ. വൈവിധ്യം എന്നെന്താ പറയുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു. ഡൈവേഴ്സിറ്റി. याकूब की कलीसिया में डाइवर्सिटी वाला कलीसिया था. യാക്കോബിന്റെ സഭ വൈവിധ്യമുള്ള സഭയാ. याकूब की कलीसिया डाइवर्सिटी वाला कलीसिया था. ഹല്ലേലൂയ. ഇത് സ്പെഷ്യൽ ആണെന്ന് അതാ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. इसलिए मैंने कहा कि യാക്കോബിന്റെ ये സഭ എല്ലാവരും स्पेशल. പറഞ്ഞാട്ടെ, सब लोग कहे സ്പെഷ്യലാ. याकूब की कलीसिया വൈവിധ്യമുള്ളതാ. स्पेशल है, उसमें डाइवर्सिटी है. ഞാൻ ഓടിച്ചങ്ങ് പറയാൻ പോകും കേട്ടോ. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഹല്ലേലൂയ, फिर क्या हुआ. ഹല്ലേലൂയ. യാക്കോബ് ഒരു രാത്രി ഒരു ദർശനം കാണുകയാ. याकूब रात को एक दर्शन देखता है. എന്താ ദർശനം എന്നറിയാ? क्या दर्शन है. നിങ്ങൾക്ക് ഈ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കോമൺ സയൻസിന്റെ ലോജിക്കിന് നിരക്കാത്ത കാര്യങ്ങൾ അവിടെ കാണാം. यहाँ पे जो नॉर्मल साइंस में नहीं दिखता है वैसे कुछ बातें दिखती है. യാക്കോബ് പുന്നമരത്തിന്റെ ബദാം മരത്തിന്റെയും കമ്പുകൾ തോലുരിച്ചിട്ട് ഈ ആടുകളുടെ മുന്നിൽ കൊണ്ട് വെച്ചപ്പോൾ ആ ആടുകൾക്കുണ്ടായ കുഞ്ഞുങ്ങളൊക്കെ പുള്ളിയും മറുകുള്ളതായിട്ട് ജനിച്ചു. तो याकूब ने बादाम के कुछ काट कर रखा सामने और उसके बाद जो भेड़ों को बच्चा होता है तो उसकी सारी भेड़ें धारी वाला और चित्ती वाला निकलता है. അതിനകത്ത് എന്തെങ്കിലും സയൻസ് ഉണ്ടോ? उसके अंदर कुछ साइंस है क्या. ഞാൻ പറഞ്ഞു കർത്താവ് ഇതിനകത്തൊരു സയൻസ് ഇല്ലല്ലോ. उसके अंदर कुछ साइंस नहीं है. അപ്പൊ കർത്താവ് പറഞ്ഞു മോനെ, तो परमेश्वर ने कहा बेटा സയൻസിൽ ഇല്ലാത്തത്, जो साइंस में नहीं है, സയൻസിൽ ഇല്ലാത്തത് जो साइंस में नहीं है ആത്മമണ്ഡലത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റും. आत्मा के मंडल पे तू कर सकता है. ആത്മാവിന്റെ നിയോഗത്തിൽ നീ ചെയ്താൽ आत्मा की अगुवाई में यदि तुम നിന്റെ करोगे വിശ്വാസം तो तुम्हारा നീ विश्वास കണ്ണുകൊണ്ട് കണ്ട് പറഞ്ഞാൽ शेखेरे यदि आंखों से देख कर നിന്റെ ഉദരത്തിന്റെ അകത്ത് ഉരുവാകുന്നതിന്റെ മേൽ तेरे നിന്റെ कोख में पैदा വിശ്വാസത്തിന്റെ होने वाला അടയാളം भी, വീഴുമെന്ന്. तेरा विश्वास का चिन्ह गिरेगा. അത് ദൈവത്തിന്റെ സിഗ്നേച്ചറാ കേട്ടോ. ये परमेश्वर का നീ सिग्नेचर है. വിശ്വാസത്താൽ ചിലത് പ്രഖ്യാപിച്ചപ്പോൾ जब विश्वास से कुछ चीजों की घोषणा തമ്പുരാൻ किया ഗർഭത്തിനകത്ത് സിഗ്നേച്ചർ ഇട്ട് വിട്ടു. परमेश्वर ने कोख के अंदर ഇത് सिग्नेचर करके दे യാക്കോബിന്റേതാ. दिया. ये याकूब का है. നീ വിശ്വാസത്താൽ. ये विश्वास से और रबा शेखेरे लिखा रबा ഹലോ,
ഇത് യാക്കോബിന്റെ ബുദ്ധിയൊന്നുമല്ല കേട്ടോ. ये याकूब का बुद्धि नहीं था. യാക്കോബ് കുറെ കാലം കഴിഞ്ഞപ്പോൾ याकूब कई साल बीत जाने के बाद അമ്മായിപ്പന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചപ്പോൾ जब अपने ससुर के घर से भाग जाने का निर्णय लिया, വിളിച്ചിട്ട് ഈ സ്റ്റോറി പറഞ്ഞു. अपने पत्नी और बच्चों को बुलाकर ये कहानी बताया. കുറച്ചാൾ ആരോടും പറഞ്ഞില്ല ഇതിന്റെ സീക്രട്ട് എന്താണ്. किसी को इसका सीक्रेट नहीं कहा था. പുന്നമരത്തിന്റെയും പിന്നെന്താ പറഞ്ഞ ബദാം വൃക്ഷത്തിന്റെയും ചില്ലകൾ തോലുരിച്ചു വെച്ച ഈ അസാധാരണ മിറക്കിളിന്റെ സീക്രട്ട് എന്താന്ന് യാക്കോബ് ആരോടും പറഞ്ഞില്ല. ये बादाम वृक्ष का लकड़ी जो काट कर रखा था उसका सीक्रेट उसने പക്ഷേ किसी से कहा नहीं था. ഗോശാലയിൽ യാക്കോബിന്റെ ഹല്ലേലൂയ ആട്ടിൻകൂട്ടത്തിൽ ജനിക്കുന്നൊക്കെ പുള്ളി മറുപടി. बल अभी जो याकूब के झुंड में पैदा होने वाले सारे भेड़ बकरियां धारी वाली निकली. കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हो? എന്താ ഇതിന്റെ സീക്രട്ട്? क्या है इसका रहस्य? എന്താ ഇതിന്റെ സീക്രട്ട്? क्या है इसका सीक्रेट? യാക്കോബ് ഭാര്യമാരോട് പറഞ്ഞു. याकूब ने अपने पत्नी से कहा അന്ന് രാത്രിയിലെ उस दिन रात को ലാബാൻ സന്തോഷത്തോടെ പോയ രാത്രിയിലെ लाबान खुशी के साथ जिस रात को गया उस रात ദർശനം കണ്ടടി. मैंने एक दर्शन देखा. ഞാനൊരു ദർശനം കണ്ടു. मैंने एक दर्शन അവൻ देखा. പറഞ്ഞത് ഞാനൊരു വിഷൻ കണ്ടെന്ന്. मैंने कहा कि दर्शन അന്ന് देखा. രാത്രി ദൈവത്തിന്റെ ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങിയെന്ന്. उस वक्त दूत मेरे लिए उतर आया. ആ ദൂതൻ എന്നോട് പറഞ്ഞെന്ന്. वो दूत ने मुझसे कहा എടാ നീ കണ്ടോടാ. ഹല്ലേലൂയ. तू देख ले. നീ കണ്ടോടാ. तू देख ले. നീ വെക്കുന്ന ഈ കമ്പുകൾക്ക് മുമ്പിൽ ജനിക്കുന്നത് പുള്ളി മറുകൊള്ളതാകാൻ പോവുകയാണ്. ഇത് സയൻസ് അല്ല കേട്ടോ. तेरे सामने इस लकड़ी ഇത് काट कर സയൻസ് അല്ല रखा हुआ കേട്ടോ. जब बच्चे पैदा ഇത് करेंगे സ്വർഗ്ഗത്തിന്റെ സിഗ്നേച്ചറാ. तो धारी वाला पैदा എന്റെ होगा. ജീവിതത്തിലെ ഓരോ മിറക്കിൾസിലും मेरे जीवन का हर I एक am going to मिरेकल see the में signature of God. मैं परमेश्वर के सिग्नेचर को देखता हूँ. I am going to see the signature of God. परमेश्वर सिग्नेचर को मैं Hello. देखने जा रहा हूँ. സ്വർഗ്ഗത്തിന്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? स्वर्ग का सिग्नेचर आप क्या जानते ദൈവം हो? ഒരു മിറക്കിൾ ചെയ്താൽ परमेश्वर ने कुछ मिराकल ദൈവം किया. എന്തെങ്കിലും ഒരു അടയാളം ബാക്കി വെക്കും. ഇത് മനുഷ്യനല്ല ദൈവം ചെയ്തെന്ന് മനസ്സിലാക്കാൻ. परमेश्वर एक चिन्ह बचा कर रखेगा कि मनुष्य ने नहीं परमेश्वर ने किया है. മനസ്സിലായില്ല. आप नहीं समझे. മനസ്സിലായില്ല. आप नहीं ദൈവം ഒരു समझे. സ്വല്പം ബാക്കി വെക്കും. ഇത് മനുഷ്യനല്ല ദൈവമാ ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി. परमेश्वर थोड़ा बाकी बचा कर रखे ये ഒരു दिखाने ഉദാഹരണം के लिए വേദോസത്തിൽ कि ये ഉദാഹരണം मनुष्य പറയാം. नहीं परमेश्वर ने किया है. വേദോസത്തിൽ ഒരു ഉദാഹരണം പറയാം. वचन से एक उदाहरण बोलता ഈ हूँ. ആലയത്തിലെ തിരശീല എങ്ങനാ കീറിയത്? ये आलय का जो മേളിൽ कर्तन തൊട്ട് कैसे फटा था? അടിയോളം താഴേന്ന് മുകളോട്ട് കീറാഞ്ഞത്. ऊपर से नीचे फटा था. താഴേന്ന് കീറിയാൽ ആളുകൾ പറയും यदि नीचे से ഇത് गिरता तो മനുഷ്യൻ लोग കീറിയതാന്ന് बोलेंगे പറയും. कि ये मनुष्य ने फाड़ा മേളിന്ന് है. കീറിയതുകൊണ്ട് മനസ്സിലാക്കിക്കോ ഇത് മനുഷ്യനല്ല കീറിയത്, സ്വർഗ്ഗത്തിന്റെ സിഗ്നേച്ചറാ. ऊपर കീറിയത് से फटा മേളിലാ. था इसलिए समझ सकते हैं कि Hello. परमेश्वर ने तो फाड़ा है. ഇനി എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം. मैं मेरे ഒരു पर्सनल അനുഭവം लाइफ से एक പറയാം. एक्सपीरियंस ഡാനിയുടെ കഥ അറിയാമല്ലോ. डैनी की स्टोरी आप ഡാനി जानते हैं. ജനിക്കുന്നതിന് മുമ്പ് डैनी का पैदा होने से पहले ഹല്ലേലൂയ. ഒരു ദൈവദാസി ദൂത് പറഞ്ഞു ഇവന് വലത്ത് കാലില്ലെന്ന്. एक परमेश्वर के दास ने कहा कि इसका एक पैर नहीं रहेगा. അമ്മയുടെ ഗർഭത്തിൽ വലത് കാലില്ല. माता के Right कोख में था limb तब से एक absent पैर है. नहीं था, एक पैर एब्सेंट था. 2 മാസം ഉള്ളപ്പോൾ ചിക്കൻ ബോക്സിന്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു അമ്മയുടെ ഗർഭത്തിലുള്ളപ്പോൾ. 2 महीना तब जब था कोख में तो माता उन्हें को കാണിക്കുന്ന चिकन ഡോക്ടർ पॉक्स हुआ പറഞ്ഞു, था. तो डॉक्टर ने इस प्रकार से कहा അംഗവൈകല്യമുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഡീറ്റെയിൽഡ് സോണോഗ്രാഫി ചെയ്യണം. तो एक हैंडीकैप चेक करने के लिए डिटेल्ड सोनोग्राफी करना അങ്ങനെ है. ഞങ്ങൾ ഗ്രാൻഡ് റോഡിൽ ഒരു റേഡിയോളജിസ്റ്റിന്റെ അടുക്കൽ സ്പെഷ്യലായിട്ട് പുതിയ എക്യുപ്മെന്റ് ഉള്ളടത്ത് പോയി ചെക്ക് ചെയ്തു. तो हमने एक स्पेशलिस्ट के पास जाकर एक नया इक्विपमेंट्स में था ആ उसमें चेक റേഡിയോളജിസ്റ്റ് करवाया. എല്ലാം ടെൻഷൻ ഇല്ല. അവർ നോക്കുമ്പോൾ റൈറ്റ് ലിംബ് ഇല്ല. तो वो ഹല്ലേലൂയ. रेडियोलॉजिस्ट सब टेंशन में आ गया कि ഒരാൾ राइट ദൂത് लिम्ब പറയുന്നു नहीं है. റൈറ്റ് ലിംബ് ഇല്ല. तो उसने एक वाणी भी दिया था റേഡിയോളജിസ്റ്റ് कि പറയുന്നു വലത് കാലില്ല. रेडियोलॉजिस्ट ने भी कहा कि एक पैर नहीं है. ഹല്ലേലൂയ. അവരെല്ലാം ടെൻഷനായി. हम അവർ टेंशन हो गए. പെട്ടെന്ന് സീനിയർ റേഡിയോളജിസ്റ്റിനെ ഫോൺ ചെയ്തു. उसने जल्दी से सीनियर रेडियोलॉजिस्ट को बुला लिए. ഒത്തിരി നേരം അവർ ചെക്ക് ചെയ്തിട്ട് बहुत देर तक चेक करने के बाद ഞാനെല്ലാം കേട്ടോണ്ടാ മുറിയിലിരിക്കുക. मैं सब सुन रहा हूँ. ഞാൻ അവിടെ ഇരിക്കുന്നിടത്ത് ഇരുന്നോണ്ട് പ്രാർത്ഥിച്ചു. मैंने जहाँ पर बैठा वहाँ बैठकर प्रार्थना किया, परमेश्वर കുഞ്ഞ് കാലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ये बच्चा को यदि पैर है चाहे नहीं ഞങ്ങൾ है ഇവനെ ടെർമിനേറ്റ് ചെയ്യത്തില്ല. हम इसे टर्मिनेट ഞങ്ങളുടെ नहीं ഡോക്ടർ എന്താ करेंगे. പറഞ്ഞെന്നറിയോ? डॉक्टर ने क्या നിങ്ങൾക്ക് कहा था രണ്ടുപേർക്കും പ്രായം കുറവാ. कि आप दोनों का एज कम ഒത്തിരി है, സമയമുണ്ട്. आपके पास और बहुत टाइम है, आपको दूसरा चाइल्ड मिलेगा, ये रिस्की है. നിങ്ങൾ ടെർമിനേറ്റ് ചെയ്തു. आप terminate कर लो. ടെർമിനേറ്റ് ചെയ്യത്തില്ല. तो मैंने कहा कि But मैं I do terminate believe, नहीं ഞാൻ करूँ. വിശ്വസിക്കുന്നു. मैं सब ഈ विश्वास നിമിഷം, करता हूँ ഈ നിമിഷം इस वक्त എന്റെ ഹല്ലേലൂയ കുഞ്ഞിന് ഒരു കാല് കൊടുക്കാൻ നീ ശക്തനാ. मेरे बच्चे को एक पैर You देने can के लिए तू create a सामर्थ्य है. right limb तू एक पैर in his क्रिएट mother's कर सकता है womb. इन पर में उसकी माता के गर्भ में ही. 10-15 മിനിറ്റ് എടുത്തു റേഡിയോളജിസ്റ്റ് വേറെ എങ്ങാണ്ടായിരുന്നു അയാളെങ്കിൽ വരാൻ വേണ്ടി. वो 15-20 मिनट लगा एक दूसरा रेडियोलॉजिस्ट को आने के लिए. ആദ്യം ചെയ്തത് उसने आके पहला जो किया ഫയൽ എടുത്ത് ചെക്ക് ചെയ്തു. फाइल चेक किया. ഇവന്റെ फाइल चेक किया. ഫയൽ ചിക്കൻ ബോക്സിന്റെ ഹിസ്റ്ററി. उसमें लिखा है कि चिकन पॉक्स की हिस्ट्री है. ദിസ് ഈസ് ദ റീസൺ. उसने कहा कि हाँ यही वजह ആ है. ഇനീഷ്യൽ സ്റ്റേജിൽ ചിക്കൻ ബോക്സ് വന്നതുകൊണ്ട് ഒരു കാല് ഡെവലപ്പ് ആയില്ല. वो इनिशियल स्टेज में चिकन पॉक्स आया, इसके This लिए is एक the पैर reason नहीं അയാൾ आया. പറഞ്ഞു ഫയൽ വെച്ചിട്ട്
फाइल रखे, ആ എക്യുപ്മെന്റ് അയാളെ കയ്യിലെടുത്തിട്ട് वो इक्विपमेंट को हाथ में लेकर ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ഒരു പ്രാവശ്യം അങ്ങോട്ട് एक बार और ऐसे आगे पीछे സ്റ്റോപ്പ് ആയി. स्टॉप हो गया। അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഇങ്ങോട്ട് അയാൾ എല്ലാവരും വിളിച്ചു കം 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 ഹിയർ കം ഹിയർ. നിങ്ങൾ എന്താ പറഞ്ഞ റൈറ്റ് ലിംബിൽ ദിസ് ഈസ് റൈറ്റ് ലിംബ്. सबको बुलाकर दिखाया कि आपने क्या करा राइट लिम्ब। വാക്യമുണ്ട് വാളിനും കഴുത്തിനും ഇടയിൽ ഉത്തരമരുളുന്ന ദൈവം. आमेन। उसको वहां पे राइट लिम्ब जो था വാളിനും पैर वहां पे കഴുത്തിനും दिखने ഇടയിൽ लग എത്ര गया। സ്പേസ് ഉണ്ട്? आमेन। എത്ര സ്പേസ് ഉണ്ട്? വാള് വെക്കാൻ പോകുന്നിടത്ത് വാളിനും കഴുത്തിനും ഇടയിൽ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. वचन कहता है कि तलवार और गले के बीच में प्रकट होने वाला एक परमेश्वर का काम है। അവനാണ് ഞാൻ ആരാധിക്കുന്ന കർത്താവ്. उस परमेश्वर की मैं आराधना करता हूँ। ഹല്ലേലൂയ. हालेलुया। റിപ്പോർട്ട് നല്ലത് വന്നു. रिपोर्ट अच्छा है। പണ്ട് ദർശനം കണ്ട ദൈവദാസി जो दर्शन देखा परमेश्वर की പിന്നെ दासी വീട്ടിൽ വന്നിട്ട് പറഞ്ഞു वापस घर पर आकर कही ഇപ്പൊ അവന് രണ്ട് കാലുമുണ്ട്. अभी उसको दोनों पैर है। വെളിപ്പാടും മാറിയെന്ന്. दर्शन भी बदल ആരാണോ गया। ദർശനം കണ്ടത് അയാൾ തിരുത്തി പറഞ്ഞെന്ന്. जिसने दर्शन देखा वो ഞാൻ बदल कर ഓടിച്ചങ്ങ് പറയുക कहा। കേട്ടോ. मैं जल्दी से कहता കുഞ്ഞ് हूँ ജനിച്ച ദിവസം जिस दिन बच्चा पैदा हुआ സാന്റിയോട് ഡോക്ടർമാർ പറഞ്ഞു സാന്റി മോനാ കേട്ടോ. सैंडी सिस्टर से कहा कि സാന്റിക്ക് बेटा അതിനകത്ത് है, വലിയ ആകാംക്ഷയൊന്നും ഇല്ല. കാരണം പണ്ട് ഞങ്ങൾ പേരിട്ട് വെച്ചിരിക്കുക. क्योंकि परमेश्वर हमसे पहले ही കർത്താവ് कह कर ഞങ്ങളോട് रखा പറഞ്ഞു था। മോനാന്ന്. परमेश्वर ने कहा कि बेटा है। നേരത്തെ കർത്താവ് പറഞ്ഞു മോനാന്ന്. പേരുൾപ്പെടെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ട് പേരുൾപ്പെടെ തന്നു. परमेश्वर ने हमसे पहले ही कहा था कि हालेलुया। हालेलुया। സാന്റി ചോദിച്ചു കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ആദ്യം ചോദിച്ചു. सैंडी ने पूछा कि बच्चे को കാരണം कुछ ഒരു പേടി, प्रॉब्लम है, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. क्योंकि कुछ നിങ്ങൾക്കിനി तकलीफ അറിയാമോ? है क्या? നിങ്ങൾക്കിനി അറിയാമോ? क्या आप जानते हो അവന്റെ റൈറ്റ് ലിംബില് उसके राइट पैर में തള്ളവിരലിൽ घुटे में ഒരു ചിക്കൻ ബോക്സിന്റെ ചുമന്ന ബോയിൽ പോലൊരു കുമ്മള. एक चिकन पॉक्स का एक छोटा सा निशान था। കേട്ടോ ഞങ്ങളോട് ഈ സാധനം എന്താ ഇവന്റെ ഈ റൈറ്റ് ലിംബിന്റെ മെയിൻ അല്ലെ തമ്പ് ആ മെയിൻ വിരലില് ഒരു ചിക്കൻ ബോക്സിന്റെ ബോയിൽ പോലൊരു കുമ്മള. तो हमने पूछा कि उसके राइट पैर के उस अंगूठे पे चिकन पॉक्स जैसा एक निशाना था। റെഡ് കളർ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് വീർത്തിരിക്കുക. एक लाल कलर का भरा हुआ एक ब्लिस्टर जैसे था। ഡോക്ടറോട് ഇതെന്താ സാധനം? हमने पूछा कि ये क्या है? ഡോക്ടറോട് എനിക്ക് മനസ്സിലായത് എനിക്ക് അറിയത്തില്ല. डॉक्टर ने कहा कि मुझे पता नहीं। എന്തായാലും ഒരാഴ്ച കൊണ്ട് അതങ്ങ് ചൊക്കിപ്പോയി. ചിക്കൻ ബോക്സ് ചൊക്കുന്ന പോലെ ചൊക്കി അങ്ങ് കരിഞ്ഞു പോയി. एक हफ्ते के बाद वो सूख कर ठीक हो गया, ഡിസപ്പിയർ ആയി. डिसअपियर हो गया। ഞങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? हमने क्या कहा? ദൈവം സിഗ്നേച്ചർ ഇട്ട് വിട്ടതാ. परमेश्वर ने एक एड़ा ये सिग्नेचर ज्ञान मार कर उनका भेजा किसान है। है। ये मैंने That's बनाया God's हुआ पैर है। signature. ये परमेश्वर का सिग्नेचर है। ദൈവമാണ് ചെയ്തതെങ്കിൽ यदि परमेश्वर ने किया there है will तो be the signature of God. तो वहां पे एक सिग्नेचर കരങ്ങളെ रहेगा। ശക്തമായി അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹത്താലി നിനക്ക് ബച്ചാക്ക്. വേണ്ടി മിറക്കിൾ ചെയ്യുന്ന ദൈവം तेरे लिए अद्भुत काम करने നിന്റെ वाला ലോജിക്കിന്റെ परमेश्वर। അകത്ത് നിന്നല്ല, आपके നിന്റെ logic के अंदर से റീസണിങ്ങിനകത്ത് नहीं। നിന്നല്ല. आपके लॉजिक के There अंदर will से be God's नहीं। signature in that miracle. आपके उस मिराकल के अंदर परमेश्वर एक सिग्नेचर बना रहेगा। ഹമൽ താല ലംശൽ ഖമനെ. നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചത്? अब जानते हो क्या हुआ? യാക്കോബ് പറയും എനിക്കൊരു ദർശനം കിട്ടി കേട്ടോ. याकूब ने कहा कि मैंने एक दर्शन യാക്കോബിന്റെ देखा। സഭ വളർന്നത് ദർശനത്തിലൂടെ. याकूब की कलीसिया दर्शन के द्वारा बढ़ा യാക്കോബിന്റെ था। സഭ വളർന്നത് याकूब की कलीसिया की बढ़ोतरी ദർശനത്തിലൂടെയാ. दर्शन से हुआ। ദർശനമുണ്ടോ दर्शन है तो സഭ വളരും. कलीसिया बढ़ेगी। ദർശനമില്ലാത്ത സഭകൾ പെരിശാകും. दर्शन नहीं है तो कलीसिया If नष्ट the हो churches do not जाएगी। have a vision, यदि कलीसिया the में church विजन is going नहीं है to तो perish. वो कलीसिया नष्ट हो But the जाएगी। church which stand for a vision, एक विजन के लिए खड़े They होने are वाली going to कलीसिया grow. वो बढ़ेगी। യാക്കോബ് കണ്ട ദർശനം എന്താണെന്ന് അറിയാം? याकूब ने देखो दर्शन क्या था? യാക്കോബ് കണ്ട ദർശനം याकूब ने देखा वो യാക്കോബ് दर्शन। കാണുകയാ याकूब देखता है നല്ല ബലമുള്ള ആടുകൾ, एक ताकत वाला ആരോഗ്യമുള്ള मजबूत भेड़ ആളുകൾ. बकरियां, मजबूत भेड़ बकरियां। അവ ഹല്ലേലൂയ വെള്ളം കുടിക്കുവാൻ വരുമ്പോൾ जब वो पानी पीने के लिए आते അവയുടെ हैं മേൽ നല്ല ആരോഗ്യമുള്ള ആടുകൾ അവയുമായിട്ട് ഇണചേരുന്നു. तो उनके साथ जो बलवंत वाली भेड़ बकरियां वो ही मिलजुल जाती है। ഹല്ലേലൂയ. हालेलुया। അത്ഭുതം എന്താണെന്നറിയാം? अद्भुत क्या था? വചനം പറയുന്നു वचन कहता है യാക്കോബിന്റെ പുള്ളിയും മറുകുള്ള ആടുകളൊക്കെ याकूब का जो धारी वाला നല്ല भेड़ बकरी ആരോഗ്യമുള്ള था ആടുകളാ. वो बहुत मजबूत निकला। അപ്പുറത്ത് ലാബാന്റെ ആടുകൾ പ്രസവിക്കുന്നു. और लाबान की भी भेड़ जो गर्भवती कर रही है, मैं आत्मा में कहता हूँ ആരോഗ്യമില്ലാത്തൊരു കൂട്ടം. वो कमजोर था। കുറച്ച് ലങ്കട ഉണ്ട്, उसमें से कुछ लंगड़े थे, കുറച്ച് തിരിഞ്ഞു മറിഞ്ഞു ഇരിക്കുന്നുണ്ട്. कुछ टेढ़े मेढ़े थे। ഒരു ഐശ്വര്യമില്ലാത്ത സഭയാ ലാബാന്റെ സഭ. लाबान की कलीसिया बिल्कुल भी പക്ഷെ एक ലാബാന്റെ अच्छा नहीं സഭ था। ആരോഗ്യമില്ലാത്ത സഭയാണെങ്കിൽ लाबान की कलीसिया यदि വേർപാടുള്ളവന്റെ സഭ एक अलगाई വിളിച്ചു वाला പറഞ്ഞിട്ട് कलीसिया चिल्लाकर ആരോഗ്യമുള്ള ആട്ടിൻകൂട്ടം. बलवंत भेड़ों की झुंड। ഓ അങ്ങനെ ഉണ്ടോ വേദോസത്തില്? क्या वचन में ऐसा है? സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയുക. समय नहीं है, कम शब्द में बोलता हूँ। നമുക്ക് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു. पवित्र आत्मा कहता है ഒരു മൾട്ടിപ്ലിക്കേഷന്റെ ഒരു വർദ്ധന
വർധനവിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടോ? यदि बढ़ोतरी का अभिषेक यदि आपके जीवन में है, ബയോളജിക്കൽ പ്രൊപ്പോർഷനിൽ അല്ല, बायोलॉजिकल प्रपोर्शन में नहीं, സയൻസ് അനുസരിച്ചല്ല, साइंस के हिसाब से സ്വർഗത്തിന്റെ സിഗ്നേച്ചറോടുകൂടെ स्वर्ग का सिग्नेचर के നീ साथ വളരാൻ പോകുകയാ. आप बढ़ने वाले എത്ര हो। പേര് ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാ? कितने लोग रिसीव करने के तैयार ദൈവശബ്ദം हैं? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? खड़े हो जाइए, ധൈര്യത്തോടു കൂടെ വിളിച്ചു പറയാൻ പറ്റുമോ? हिम्मत के साथ चिल्ला कर ഹൽക്കമാന റംശൽക്കമന. പഴയ വഴി. पुराना मार्ग, ഏത് വഴി? कौन सा मार्ग? യാക്കോബ് തന്റെ വഴിക്ക് പോയി. याकूब अपने ഏത് रास्ते पे വഴിക്ക്? गया। कौन सा रास्ते में? പണ്ടേ പറഞ്ഞ വഴിക്ക്. पहले ही कहा गया 20 उस വർഷം മുമ്പ് ഒരു रास्ते। ദൂതുണ്ട് കേട്ടോ. 20 साल पहले एक वाणी थी ഈ ബേഥേലിൽ ഒരു ആലയം പണിയണമെന്നുള്ള ദൂത്. कि बेथेल में एक भवन बनाऊंगा, ऐसे എങ്ങോട്ടാ एक യാക്കോബ് वाणी। ഈ പോക്ക്? कहाँ पे वो जा रहा है? रबा പഴയ വഴിക്കാ शेखेर। കേട്ടോ. वो पुराने ആ रास्ते में, പഴയ വഴിക്കാ वो കേട്ടോ. पुराने रास्ते में, പഴയ ഉടമ്പടികളിലേക്ക് മടങ്ങി शेखेर। വരുവാൻ. पुरानी वाचा की ओर लौट പിന്നെ आने के പരിശുദ്ധാത്മ लिए। പറയുന്നു പഴയ തീരുമാനങ്ങളിലേക്ക്. पवित्र आत्मा कहते हैं कि पुरानी निर्णयों में। ഹോയ് ജെറമ്യാവ് 6-ാം അധ്യായം പറയുന്നു, जेरेमिया 6वां अध्याय में कहता നിങ്ങൾ है, വഴികളിൽ ചെന്ന് तुम राहों पे പഴയ जाकर വഴി ഏതെന്ന് നോക്കി पुराना मार्ग कौन सा है അതിൽ देखकर നടപ്പീൻ. उस पर चलो, എന്നാൽ നിങ്ങൾക്ക് വിശ്രാമം ലഭിക്കും. तो तुम्हें विश्राम मिलेगा। പുതിയ വഴിയല്ല കേട്ടോ, नया मार्ग नहीं, പെരുവഴിയല്ല കേട്ടോ. कोई भी मार्ग नहीं, പെരുവഴിയിൽ നടക്കാനല്ല വേദപുസ്തകം പറയുന്നത്. बड़ा मार्ग में नहीं, പുതിയ വഴിയിൽ നടക്കാനല്ല വേദപുസ്തകം नया പറയുന്നത്. मार्ग में चलने के लिए नहीं, പഴയ शास्त्र വഴിയിൽ कहता നടക്ക്. है, पुराने मार्गों ഏതാണ് में പഴയ चलो। വഴി? कौन सा है पुराना ക്രിസ്തു मार्ग കാണിച്ചു തന്ന जो मसीह ने हमें ഒന്നാം दिखाकर നൂറ്റാണ്ടിൽ दिया? അപ്പോസ്തലന്മാർ നടന്ന पहली सदी में, ഒരു വചനത്തിന്റെ വിശുദ്ധിയുടെ പഴയ വഴിയുണ്ട്. पहले सदी में शिष्यों ने चला हुआ एक विशुद्धि का मार्ग है, ഇതിൽ നടക്കാൻ उस पर चले। എത്ര പേർ പറയും? कितने लोग कहेंगे ലാബാന്റെ വഴി വേണ്ട, लाबान की मार्ग नहीं ഫറവോന്റെ വഴി चाहिए, വേണ്ട, फिरौन का मार्ग नहीं ലോത്തിന്റെ चाहिए, കൂട്ട് വേണ്ട കേട്ടോ. लूत का झुंड भी नहीं മൂന്ന് चाहिए। വേർപാടാ ഞാൻ പറയുന്നത്. तीन अलगा മൂന്ന് में വേർപാടാ कहता हूं, പറയുന്നത്. 3 अलगाई को मैं बोल ലാബാന്റെ रहा हूं। വഴി വേണ്ട, लाबान का मार्ग ലോത്തിന്റെ नहीं കൂട്ട് चाहिए, വേണ്ട, लूत का सहभागी नहीं चाहिए, ഫറവോന്റെ വഴി വേണ്ട, फिरौन का मार्ग नहीं चाहिए, പാപത്തിന്റെ കൂട്ട് വേണ്ട, पाप का ദുരുപദേശത്തിന്റെ मेल मिलाप കൂട്ട് नहीं വേണ്ട. चाहिए, दुरुपदेश के मेल मिलाप नहीं ഹല്ലേലൂയ. चाहिए। താങ്ക് യു ഹോളി हालेलुया। സ്പിരിറ്റ്. വിഗ്രഹാരാധനയുടെ അശുദ്ധിയുടെ കൂട്ട് വേണ്ട. मूर्ति पूजा का अशुद्धियां नहीं चाहिए, സത്യത്തിന്റെ പാതയിൽ सच्चाई के मार्ग में നടക്കാൻ പറ്റുമോ? क्या आप चल सकते हो? എനിക്കറിയാം ഈ ദൂതൊക്കെ എവിടൊക്കെ പോകുന്നത്. मैं नहीं जानता कि वाणी ഇതൊന്നും कहाँ कहाँ पे വായുവിൽ जा रही പോകുന്ന है, ദൂതല്ല. ये सब हवा में ഇത് नहीं जा പറയുമ്പോൾ रही है। എനിക്കറിയാം എങ്ങോട്ടൊക്കെ ഇത് ഇറങ്ങുന്നുണ്ട്. मैं जब कह रहा हूँ तो मैं जानता हूँ कि कहाँ कहाँ पे जा रही है। ഡിസിഷൻ, एक निर्णय ले ഒരു ले, തീരുമാനമെടുക്കുക. एक निर्णय ले ले। ഇന്നു മുതൽ നീ തീരുമാനമെടുത്താൽ आज से यदि आप वो निर्णय को വെള്ളം लोगे, കൊണ്ട് അതിർ വരച്ച നിന്റെ യാഗപീഠത്തിന്മേൽ पानी से बाउंड्री किया हुआ स्वर्गीय आपके തീ ഇറങ്ങാൻ बलिपीठ में പോകുകയാ. स्वर्गीय अग्नि उतरने അന്യ वाला അഗ്നി है। അല്ല, अन्य अग्नि नहीं, സ്വർഗീയ തീ. स्वर्गीय ഈ अग्नि। അഗ്നിയുടെ പ്രത്യേകത എന്താ? इस अग्नि की खासियत ഇത് क्या है? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീയാ. ये स्वर्ग से उतरा हुआ നിങ്ങൾക്കറിയാമോ अग्नि है। അഹരോന്റെ പുത്രന്മാർ आप जानते हैं അവരുടെ हारून के വലിയൊരു पुत्र, ഡ്യൂട്ടിയായിരുന്നു उनका एक ഈ ड्यूटी തീ था, കെട്ടുപോകരുത്. ये തീ अग्नि बुझना नहीं അതുകൊണ്ടാ. है। ഇത് क्यों? മനുഷ്യൻ കത്തിച്ച തീയല്ല, क्योंकि ये अग्नि ഇത് मनुष्य ദൈവം नहीं കത്തിച്ച जलाया, തീയാ. ये ദൈവം परमेश्वर द्वारा കത്തിച്ച തീയെ जलाया കെടാതെ हुआ സൂക്ഷിച്ചോണം अग्नि കേട്ടോ. है। परमेश्वर जलाई हुआ अग्नि को बिना बुझाए देखना है। പാസ്റ്റർ തന്ന അഭിഷേകമല്ല കേട്ടോ. कोई पास ने दिया हुआ अभिषेक കുഞ്ഞുങ്ങളെ, नहीं നിങ്ങൾ है। പ്രാപിച്ച പരിശുദ്ധാത്മാവ് നിറവ് बच्चों, जो आपने प्राप्त किया മനുഷ്യൻ परमेश्वर का തന്നതല്ല. अभिषेक किसी मनुष्य ने नहीं anointing दिया। which is resting upon you आपके ऊपर जो अभिषेक है is not human, वो मनुष्य it's नहीं heavenly. है, वो स्वर्गीय It's not है। human, वो it's मानुषिक नहीं heavenly. है, वो So keep स्वर्गीय the है। fire burning. इसके लिए अपने अग्नि Keep को the fire जलाए burning. रखो, अग्नि को जलाए रखो। और रबा शेकेरे ഇസ്രായേലിന്റെ ഹിസ്റ്ററി എന്താണെന്നറിയാമോ? इसराइल का चरित्र में क्या है? അവർ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പാളയം മാറ്റിയടിക്കുമ്പോൾ वो जब एक जगह से दूसरी जगह पे तंबू ഈ को തീ मारते थे, കെട്ടുപോകാതെ तो ये अग्नि को they will बिना carry the बुझाए fire वो फायर को लेकर from चलते one थे, place to another एक place. जगह से दूसरी They will जगह never पर। allow the fire to hallelujah fire കെട്ടുപോകാൻ സമ്മതിക്കത്തില്ല. उन्होंने कभी भी उस अग्नि को बुझने नहीं दिया। Hallelujah. और കത്തിക്കൊണ്ടിരിക്കട്ടെ. जलते ही रहे। സ്വർഗീയ തീ, स्वर्गीय अग्नि, അന്യാഗ്നി വേണ്ട, अन्य अग्नि नहीं चाहिए, സ്വർഗീയ തീ. स्वर्गीय अग्नि। വചനം കൊണ്ട് നനഞ്ഞെടുത്ത് കത്തുന്ന തീ. वचन से गीला हुआ जगह पर जलने वाली अग्नि। വേറെ आमेन। ഒരു തീയും
दूसरा कोई भी अग्नि വചനമുള്ളിടത്ത് കത്തത്തില്ല. वचन जहाँ पे है वो നിന്റെ नहीं വിറക് जलेगी। വചനം കൊണ്ട് നനഞ്ഞതാണെങ്കിൽ, यदि तेरा जीवन वचन से गीला हुआ है तो, നിന്റെ വിറക് വചനം കൊണ്ട് यदि നനഞ്ഞതാണെങ്കിൽ, तेरी लकड़ी വേറെ ഒരു वचन से തീയും गीला അതിനെ हुआ है तो പിടിക്കത്തില്ല. कोई और अग्नि उसे വചനം पकड़ेगा കൊണ്ട് नहीं। നനഞ്ഞ വിറകിന്റെ മേൽ वचन से गीला हुआ लकड़ी, കത്തുന്ന ഒരേ ഒരു തീയേ ഉള്ളൂ. जलने वाला एक ही अग्नि അത് है, പരിശുദ്ധാത്മാവിന്റെ തീ. वो पवित्र आत्मा की अग्नि है। വെള്ളത്താലും पानी से, ആത്മാവിനാലും, आत्मा से, വെള്ളത്താലും पानी से, ആത്മാവിനാലും आत्मा से ഒരു റീജനറേഷൻ, एक नया ഒരു जन्म, പുതുജനനം. एक पुनर्जन्म। ഓ ഹല്ലേലൂയ! കരങ്ങളെ ശക്തമായി അടിച്ചാട്ട് തീരുമാനമെടുക്കാൻ പറ്റുമോ? हाथ ताली बजाकर। ഇന്ന് വരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ यदि आज तक जो उद्धार नहीं पाए हुए लोग मुझे सुन रहे हैं തീരുമാനമെടുത്താട്ടെ. तो वो निर्णय ले ले, വെള്ളത്താലും ആത്മാവിനാലും. पानी से और ഇന്ന് വരെ आत्मा से। സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ आज तक बपतिस्मा नहीं लिया, कोई നാളത്തേക്ക് सुन മാറ്റി रहे हैं, വെക്കരുത്. कल के लिए ना रखे। ലൈവായിട്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, लाइव में सुनने वाले നാളത്തേക്ക് മാറ്റി വെക്കരുത്. कल के लिए ना रखे। ദൈവവചനം അനുസരിക്കുക. मुझे वचन का അത് आज्ञा का നിങ്ങൾക്ക് पालन അനുഗ്രഹമായി करें, वो മാറുമെന്ന്. आपके लिए आशीष का कारण സത്യത്തിലും बनेगा। ആത്മാവിലും ആരാധിക്കുക. सच्चाई में आत्मा में आराधना വെള്ളത്താലും करें, ആത്മാവിലാലുമുള്ള ആരാധന. पानी से और वचन से വെള്ളത്താലും आत्मा, ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം. पानी से आत्मा से पुनर्जन, സത്യത്താലും ആത്മാവിനാലും सच्चाई और എന്ന് आत्मा പറഞ്ഞാൽ में, വെള്ളത്താലും ആത്മാവിനാലുമുള്ള मतलब ആരാധന. पानी से और आत्मा കരങ്ങളെ से जो ശക്തമായി അടിച്ച് आराधना। കർത്താവിനെ സ്തുതിച്ചാട്ടെ, हाथ ताली പാടി बजाकर। ആരാധിച്ചാട്ടെ. മാഷൽ ഖാനെ और रबा ആരാധന ആരാധന ഹല്ലേലൂയ. യാഗന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഗന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഗന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന മന്ത്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രാമിൻ ദൈവത്തിന് ആരാധന മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന മന്ത്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന 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 യാഗന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഗന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിൻ ആരാധന കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിൻ ആരാധന യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിൻ ആരാധന കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിൻ ആരാധന 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 യാഗന്ന ദൈവത്തിൻ ആരാധന ആമേൻ ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന ആമേൻ ആരാധന ആരാധന യാഗന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഗന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ
ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഗെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ ആരാധന ആരാധന യാഗെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന. ചില നിമിഷങ്ങൾ നാവിനെ തുറന്ന് വായ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പകൽക്കാലം ഒരു തീരുമാനത്തിന്റെ പകൽക്കാലമായി തീരട്ടെ. आज का इस समय एक निर्णय लेने का समय बनने पाए. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിശുദ്ധിയോടും വേർപാടോടും കൂടി ഞാൻ ജീവിക്കും. हमारे जीवन के हर क्षेत्र में पवित्रता के साथ जीने के കർത്താവിന്റെ लिए വചനം ഞാൻ അനുസരിക്കും. परमेश्वर के वचन के आज्ञाकारी बने. നിങ്ങൾ ആ തീരുമാനമെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ एक ऐसा निर्णय आप ले सकते हैं तो കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കാട്ടെ. हाथों को स्वर्ग की ओर उठाए. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരും. हमारे जीवन में वो आशीष का कारण बनेगा. കരങ്ങളെ ഉയർത്തിട്ട് പറഞ്ഞാട്ടെ, അപ്പാ अपने हाथों को ഇനി उठाकर എന്റെ कहें, വഴികൾ അല്ല നിന്റെ अब्बा, വഴികൾ. अब से मेरी इच्छा नहीं നിന്റെ तेरी ഹിതം. इच्छा तेरी ഞാൻ ഇനി इच्छा. എന്റെ വഴിക്ക് പോകത്തില്ല. अब से मैं मेरी राहों पर പണ്ടേ नहीं എന്നോട് चलूंगा. പറഞ്ഞു തന്നിട്ടുള്ള നിന്റെ വഴിക്ക്, पहले से ही तूने मुझसे कहा हो तेरे मार्ग में നിന്റെ വഴിക്ക്. तेरे मार्ग में. ലാബാനുമായിട്ട് ഇനി എനിക്കൊരു ബന്ധമില്ല. लाबान की भेड़ों से मुझे कोई ലോകവുമായിട്ട് संबंध എനിക്കൊരു नहीं. ബന്ധമില്ല. दुनिया से मुझे कोई संबंध വിശുദ്ധിയിൽ नहीं. വേർപാടിൽ ആരാധിക്കുവാൻ, विशुद्धि और पवित्रता में വചനപ്രകാരം आराधना करने के लिए, ആരാധിക്കുവാൻ, वचन के हिसाब से आराधना करने के കൂടുതൽ लिए, സൂക്ഷ്മതയോട് ജീവിക്കുവാൻ अधिक ध्यान के साथ जीने എന്നെ के लिए സമർപ്പിക്കുന്ന अपने आप को समर्पण എന്നെ करता हूँ. സമർപ്പിക്കുന്നു. अपने आप को समर्पण करता हूँ. സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ऐसा हुआ, धन्यवाद. ഹല്ലേലൂയ. സുനിൽ ബ്രദർ പ്രാർത്ഥനയിൽ സഹായിക്കും. सुनील बदर प्रार्थना में सहायता करेंगे. പ്രാർത്ഥന കേട്ടമേ വിടുവിച്ചിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസ കാവൽ നാം എല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, ദേശത്തെ വേലയുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.